Hello and welcome everyone present here and joining us for the session today. എൻ്റെ പേര് Elham Zubair. I'm a trainee in clinical psychologist and I'll be a host for the day. ഇല്ലോളം അറിവ് ഒരു വിഷ്വൽ ബേസ്ഡ് നോളജ് ഷെയറിംഗ് പ്ലാറ്റ്ഫോമാണ്. ഒരേ കാലഘട്ടത്തിൽ ഒരേ സ്കൂളിൽ പഠിച്ച കുറച്ച് സുഹൃത്തുക്കളാണ് ഇതിൻ്റെ പിന്നിൽ. ഇല്ലോളം അറിവിൽ കുറച്ച് കുഞ്ഞു ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യാനുണ്ട്. പൊളിറ്റിക്കൽ, റിലീജിയസ് ആൻഡ് പേഴ്സണൽ ബുള്ളിയിങ് ഒരു കാരണവശാലും ഇവിടെ അനുവദിക്കുന്നതല്ല. ശനിയാഴ്ചകളിലാണ് ഇല്ലോളം അറിവ് നടക്കാറുള്ളത്. എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ഇല്ലോളം അറിവ് സംസാരിക്കാറുണ്ട്. കൂടാതെ ചോദ്യോത്തര സെക്ഷനുകളും ഞങ്ങൾ ഇവിടെ നടപ്പാക്കാറുണ്ട്. ഇതുവരെയും ഇല്ലോളം അറിവിൽ 7 വിജയകരമായ സെഷൻസ് പിന്നിട്ടു. ഇന്ന് 7ാമത്തെ സെഷനാണ്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ആർക്കിടെക്ട് മിസ്റ്റർ ജസീം സൽഹുദ്ദീൻ സാറാണ്. അദ്ദേഹം കാനഡയിലെ ഒന്റോറിയോ പ്രോവിൻസിലാണ്. ജസീം ആർക്കിടെക്ട് ആണെങ്കിലും അദ്ദേഹത്തിന് മറ്റനവധി വിഷയങ്ങളിലും അഗാധമായ അറിവുണ്ട്. അത് നമ്മളിലേക്ക് നമ്മുടെ ഇല്ലോളം അറിവ് വഴി പകർന്നു തരുന്നു. വെൽക്കം മിസ്റ്റർ ജാസിം സലാഹുദ്ദീൻ. സോ ഐ വിൽ ബി ഹാൻഡിങ് ഓവർ ടു ഹിം ഫോർ നൗ. താങ്ക് യു എൽഹാം. എൻ്റെ ഓഡിയോ ക്ലിയർ ആണല്ലോ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സെഷനിലേക്ക് കയറാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ നമ്മുടെ ഫിനാൻഷ്യൽ ലിറ്ററസി സീരീസിലെ സെക്കൻഡ് സെഷനാണിത്. നമ്മൾ ആദ്യത്തെ സെഷനിൽ ബേസിക് ആയിട്ടെല്ലാം ഒന്ന് കവർ ചെയ്തിരുന്നു ഫിനാൻഷ്യൽ ലിറ്ററസിയുടെ നീഡ് എന്താണെന്നും എന്തൊക്കെ ആസ്പെക്ട്സ് ആണ് അതിൽ കൺസിഡർ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ പോലെ ഫിനാൻഷ്യൽ സക്സസ് വിത്ത് ബഡ്ജറ്റിംഗ് എന്നുള്ള ആസ്പെക്റ്റ് ഫോക്കസ് ചെയ്തിട്ടുള്ള സെഷനാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ നാച്ചുറലി നമ്മൾ ഇങ്ങനെ കേട്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ടാവും. കിട്ടുന്ന കാശൊക്കെ എവിടെ പോകുന്നു, ശമ്പളം വരാറായോ, വന്നോ, അല്ലെങ്കിൽ ഒരാഴ്ച കൂടി എങ്ങനെയെങ്കിലും തള്ളി നീക്കണം കാര്യങ്ങൾ, അടുത്ത മാസം നോക്കാം, എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചിലവിൻ്റെ കാര്യം പറയുമ്പോൾ ഒക്കെ അടുത്ത മാസം നമുക്ക് നോക്കാം എന്ന് പറയും. അല്ലെങ്കിൽ എന്താ പറയുക, സാലറി കൂടുമ്പോൾ സേവിങ്സ് തുടങ്ങാം, ഫീസ് അടയ്ക്കാറായി എവിടെ നിന്ന് കാശൊപ്പിക്കും. അപ്പോൾ നിങ്ങളുടെ മനസ്സിലിപ്പോൾ ഓടുന്ന ഇതായിരിക്കും, ഇത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്ന്. കാരണം ഇതെല്ലാവരുടെയും ജീവിതത്തിൽ പല സമയത്തായിട്ട് നമ്മൾ ഒന്നുകിൽ നമ്മൾ ചോദിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ആരെന്തെങ്കിലും കേട്ടിട്ടുണ്ടാവും. ഇതിൻ്റെ കാരണം എന്താണ് എന്ന് മാത്രം ആരും ചിന്തിക്കാറില്ല. ഇങ്ങനെ കുറേ ചോദ്യങ്ങളുണ്ടാവും, അതിന് ഉത്തരം ഉണ്ടാവില്ല. നമ്മളിങ്ങനെ എല്ലാ ഇതിലും അങ്ങനെ ജീവിച്ചങ്ങ് പോകും. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ബേസിക് ചിന്താഗതി എന്ന് പറയുന്നത് ഇൻകം, എക്സ്പെൻസ്, ഇത്രയേ ഉള്ളൂ. അതായത് നമ്മുടെ എന്താ പറയുക, ഒരു നമ്മൾ എന്ത് പറയുമ്പോഴും നമുക്ക് ആ ഒരു നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുമ്പോഴെപ്പോഴും നമുക്ക് ഇൻകം വേണം, ചിലവ് നടത്തണം, അപ്പോൾ അതിന് ഇൻകം വേണം, ഇത്ര തന്നെ. അതിൻ്റെ ഒരു വിഷയമാണ് ഇതിൽ വരുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. അപ്പോൾ നമ്മുടെ ഈ സെഷൻ്റെ വേർഡ്സ് ഓഫ് വിസ്ഡം എന്ന് പറഞ്ഞാൽ ഇതാണ്: ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയണം. ഇത് സിനിമ എല്ലാവരും കണ്ടിട്ടുണ്ടാവും പ്രതീക്ഷിക്കുന്നു, പഴയ സിനിമയാണ്. അപ്പം അതിൽ പറഞ്ഞൊരു ഡയലോഗ്, ആ സിനിമ അന്ന് കണ്ടപ്പോൾ മുതൽ എൻ്റെ മനസ്സിൽ ഉടക്കി കിടന്നൊരു സ്റ്റേറ്റ്മെൻറ്റാണിത്, ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയണം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ബേസിക്, നമ്മുടെ ഈ സെഷൻ്റെ ഒരു സമ്മറി എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. അപ്പോൾ ഇതിനെ അനുസരിച്ച് നമ്മൾ വരുത്തേണ്ട മാറ്റം, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇൻകം, എക്സ്പെൻസ് എന്ന് മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതിൻ്റെ വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, ഇൻകം എന്ന് പറഞ്ഞാൽ അത് വെറും ഒരു വേർഡാണ്, എക്സ്പെൻസ് എന്ന് പറയുന്നതും വേർഡാണ്. അതിനൊരു എന്താ പറയുക, ഒരു ടാഞ്ചിബിൾ ആയിട്ടൊരു സംഭവം ഇല്ല, അതിനൊരു ക്വാണ്ടിഫിക്കേഷൻ ഇല്ല. ജസ്റ്റ് ഇൻകം, എക്സ്പെൻസ്, നമുക്ക് വരവുണ്ട്, ചിലവ് പോകുന്നു എന്ന് പറയുമ്പോൾ അതൊരു എന്തോ ഒരു ജസ്റ്റ് വേർഡ്സ് ആണ്, ഒരു പ്രോപ്പർ മീനിങ് ഉള്ള സംഭവമല്ല. അതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ വേർഡ്സിനെ മാറ്റി നമ്പേഴ്സിലോട്ട് കൊണ്ടുവരണം. അപ്പോഴേ നമുക്ക് അതിനെ ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. കറക്റ്റായിട്ട് എങ്ങനെ അത് വരുന്നു, എങ്ങനെ പോകുന്നു എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഗെറ്റ് ഇൻ ടു ദ ഡീറ്റെയിൽസ്. അതിനെ നമ്പേഴ്സായിട്ട് കൺവേർട്ട് ചെയ്യണം. ഇപ്പോൾ ഇൻകം, എക്സ്പെൻസ് എന്ന് പറയുന്നതിന് പകരം ഇൻകം എന്നത് എത്രയാണ് എന്നുള്ളൊരു നമ്പർ, എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് എന്നുള്ളതും അതിനെ നമ്പേഴ്സായിട്ട് തിരിച്ച് കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോഴേ നമുക്ക് നമ്മുടെ കയ്യിൽ അതിനൊരു കൺട്രോൾ കിട്ടുള്ളൂ. അതിനെയാണ് നമ്മൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് അതിനെ നമ്പേഴ്സിലേക്ക് ക്വാണ്ടിഫൈ ചെയ്യുമ്പോൾ അതിനെ നമ്മൾ ബഡ്ജറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ബഡ്ജറ്റിംഗ് ഫണ്ടമെന്റൽസ്, ഇത് നമ്മുടെ ഫസ്റ്റ് സെഷനിൽ പറഞ്ഞ ഒരു സംഭവമാണ്. ഞാൻ ജസ്റ്റ് ഒരു റീക്യാപ്പ് പോലെ പറയുകയാണ്. ബഡ്ജറ്റിന് നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ബേസിക് ഒരു രീതിയുണ്ട്, എത്ര അലോക്കേറ്റ് ചെയ്യണം ഓരോ ആസ്പെക്റ്റിന് എന്നുള്ളത്, ബഡ്ജറ്റിംഗ് ഫണ്ടമെന്റൽസ്. അപ്പോൾ അതിൽ അന്ന് പറഞ്ഞത് ഇതാണ്: 50% ഓഫ് നെറ്റ് ഇൻകം നീഡ്സിൽ. അതായത് നെറ്റ് ഇൻകം എന്ന് പറഞ്ഞാൽ ടാക്സ് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്നുള്ളതാണ് നെറ്റ് ഇൻകം എന്ന് പറയുന്നത്. ഗ്രോസ് ഇൻകം എന്ന് പറയുന്നതാണ് നമുക്ക് എത്ര സാലറി ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് ഗ്രോസ് ഇൻകം. അത് ഈ ടാക്സും ഡിഡക്ഷൻസും ഒന്നും ഇല്ലാതെ ടോട്ടൽ പറയുന്നതാണ് ഗ്രോസ് ഇൻകം.
നെറ്റ് ഇൻകം ആണ് ഞാനിവിടെ പറയുന്നത്. നമുക്ക് എല്ലാം കഴിഞ്ഞ് നമ്മുടെ പേ ചെക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്ന എമൗണ്ടാണ് നെറ്റ് ഇൻകം. 50% അത് നമ്മുടെ നീഡ്സിന് യൂസ് ചെയ്യുക. റെൻറ്റ്, ഫുഡ്, ഗ്രോസറി അങ്ങനെയുള്ള നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് നീഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടി 50% അലോക്കേറ്റ് ചെയ്യുക. 30% മാത്രം നമ്മുടെ വാണ്ട്സിന് വെക്കുക. വാണ്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന എക്സ്പെൻസസ് ആണ്. നമുക്ക് നമ്മുടെ എൻ്റർടൈൻമെൻറ്റിനും ലക്ഷറി, ഷോപ്പിംഗ്, ഗിഫ്റ്റ്സ് അങ്ങനെയുള്ള നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് വാണ്ട്സ് എന്ന് പറയുക. സോറി, ഞാൻ പറയുന്ന ആ വാക്ക് തെറ്റിപ്പോയി. ബാക്കി വരുന്നതല്ല. 10% ഓഫ് നെറ്റ് ഇൻകം ലോങ് ടേം സേവിങ്സിന് മാറ്റി വയ്ക്കുക. അതായത് നമ്മുടെ റിട്ടയർമെൻറ്റിനോ കുട്ടികൾക്ക് അടുത്ത തലമുറയ്ക്ക് കൈമാറുന്നതിനോ അങ്ങനെയുള്ളതൊക്കെയാണ് ലോങ് ടേം സേവിങ്സ് എന്ന് പറയുക. അതിന് 10% ഷോർട്ട് ടേം സേവിങ്സ്, അതായത് നമ്മുടെ എമർജൻസി ഫണ്ട്. ഇപ്പം ഒരു 5 വർഷം കഴിഞ്ഞ് കുട്ടികളുടെ അവർ കോളേജിലേക്ക് പോകാറാവുകയാണ്, അപ്പോൾ ഫീസിന് കൊടുക്കണം, അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക ഒരു 6 മാസം കഴിഞ്ഞ് ഫീസ് അടയ്ക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഷോർട്ട് ടേം സേവിങ്സ് എന്ന് പറയുക. അപ്പോൾ നമ്മൾ കുറച്ച് സേവ് ചെയ്ത് വെച്ചാലേ അതാവത്തുള്ളൂ. പിന്നെ ക്യാപിറ്റൽ ബിൽഡപ്പ് ഫോർ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഇപ്പോൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ പറയുന്നതിനൊക്കെ വലിയ തുകകൾ ആവശ്യം വരുമായിരിക്കും. അതിനുവേണ്ടി നമ്മൾ ഷോർട്ട് ടേമിൽ തന്നെ സേവ് ചെയ്ത് ആ എമൗണ്ട് വലിയൊരു എമൗണ്ട് ആകുമ്പോൾ അതിനെ ലോങ് ടേം സേവിങ്സിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞാനോട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതുപോലെ ഈ ഒരു റേഷ്യോയിൽ കൃത്യമായിട്ട് അലോക്കേറ്റ് ചെയ്യണം. ഞാനിതിൽ എഴുതിയിരിക്കുന്ന ഓർഡർ 50, 30, 10, 10 എന്ന് പറഞ്ഞ് നീഡ്സ്, വാണ്ട്സ്, ലോങ് ടേം സേവിങ്സ്, ഷോർട്ട് ടേം സേവിങ്സ് എന്നാണെങ്കിൽ പോലും വി ഷുഡ് ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് സേവിങ്സ് ആൻഡ് ദെൻ നീഡ്സ് ആൻഡ് ദെൻ വാണ്ട്സ്. ആ രീതിയിലാണ് അത് അറേഞ്ച് ചെയ്യേണ്ടത്. അതിലേക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വരാം. നമ്മൾ ഫസ്റ്റ് സെഷനിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഞാൻ വരുന്നുണ്ട് അതിലേക്ക്. അപ്പോൾ ഈ ഒരു അലോക്കേഷനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സിൽ ആദ്യം വരുന്ന സിമ്പിൾ ആയിട്ടുള്ളൊരു ബഡ്ജറ്റ് ഉണ്ട്. ഇൻകം എത്രയാണെന്ന് എഴുതും, എക്സ്പെൻസസ് എന്തൊക്കെയാണെന്ന് എഴുതി കൂട്ടും. ഇൻകം മൈനസ് എക്സ്പെൻസസ് ഈക്വൽ ടു ഇത്ര. വരവ് കാ, ചെലവ് കാ, മിച്ചം കാ. ഇതാണ് നമ്മൾ പണ്ട് പോലെ പറയുന്നത്. ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പലപ്പോഴും ചെയ്യുന്നത്. പക്ഷേ ഈ സിസ്റ്റത്തിൽ സിമ്പിളായിട്ട് ബഡ്ജറ്റ് ചെയ്യുന്നതിന് ഒരു പ്രശ്നമുണ്ട്. ആർക്കെങ്കിലും പറയാമോ? ബഡ്ജറ്റ് ചെയ്യാൻ ശ്രമിച്ച് പരാജയപ്പെട്ടവർക്കറിയാം എന്താണ് ഇതിൻ്റെ വിഷയം. എനിബഡി? കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. വരവിനെക്കാട്ടിയും വലുതായിരിക്കും ചെലവ്. അത് എന്തുകൊണ്ടാന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് വരവ് കുറവാണ്. വരവ് കുറവല്ലേ. ഓക്കെ, അതിൽ വേറൊരു ആസ്പെക്റ്റ് ഉണ്ട്. അതാണ് ഞാനത് എടുത്ത് പറയാൻ കാര്യം. കാരണം ഇപ്പൊ നിങ്ങൾ പറഞ്ഞതിൽ ആ പോയിന്റ് മിസ്സിംഗ് ആണ്. നിങ്ങൾ അത് വിട്ടുപോയിട്ടുണ്ട് ആ കാര്യം. അതായത് അതിന്റെ യഥാർത്ഥ കാരണം എന്താണെന്നുള്ളത് നമ്മൾ എപ്പോഴും നമ്മൾ ഇൻകവും എക്സ്പെൻസസ് എന്നുള്ള വാക്കുകളിൽ മാത്രം നിൽക്കുന്നതുകൊണ്ടാണ് അത് കിട്ടാത്തത്. ഈ എക്സ്പെൻസസ് ഇതുപോലൊരു ഡയറക്റ്റ് ഇതിലല്ല നമുക്ക് എക്സ്പെൻസസ് വരുന്നത്. ഇപ്പം ഇതിൽ എക്സാമ്പിൾസ് വായിച്ചാൽ തന്നെ മനസ്സിലാവും. റെൻറ്റ് ഇത്ര, അത് എല്ലാ മാസവും വരുന്നതാണ്. ചിട്ടിക്ക് അടയ്ക്കുന്നത് അത് എല്ലാ മാസവും വരുന്നതാണ്. ഫോൺ എല്ലാ മാസവും അടയ്ക്കും. ഇലക്ട്രിസിറ്റിക്ക് എല്ലാ മാസവും അടയ്ക്കാറില്ല. കറണ്ട് ബില്ല് എത്ര മാസം കൂടുമ്പോഴാണ് വരുന്നത്? നാട്ടിലെ 2 മാസം കൂടുമ്പോൾ. വെള്ളത്തിൻ്റെ ബില്ലോ? അതും 2 മാസം. ഇൻഷുറൻസിന് അടയ്ക്കുന്നത് എല്ലാ മാസമാണോ? അങ്ങനെ അടയ്ക്കാം. 4 മാസത്തിൽ ഒരിക്കൽ അടയ്ക്കാം, 6 മാസത്തിൽ അടയ്ക്കാം. അതെ, 6 മാസം അടയ്ക്കുന്നവരുണ്ട്, വർഷത്തിലൊരിക്കൽ അടയ്ക്കുന്നവരുണ്ട്. കാർ ലോൺ മാസത്തിലാണ്, പെട്രോളും മാസത്തിലാണ്. പക്ഷെ പെട്രോളിൻ്റെ കാര്യം വരുമ്പോൾ അവിടെയും എന്താ പറയുക, കൃത്യം ഇത്രയാണെന്ന് പറയാൻ പറ്റില്ല. ഗ്രോസറീസ് അതും ഒരു കൃത്യ എമൗണ്ട് അല്ല. ഇപ്പോൾ സിലിണ്ടറിൻ്റെ കാര്യമാണെങ്കിലും ഗ്യാസ് സിലിണ്ടർ എല്ലാ മാസവും ഓരോന്നായിരിക്കണമെന്നില്ല. ചിലപ്പോൾ 2-3 മാസം കൂടുമ്പോൾ ആയിരിക്കും, ചിലപ്പോൾ ഒരു മാസത്തിൽ 2-3 ഒക്കെ ആയിരിക്കും. അങ്ങനെയുള്ള കാര്യം. അതായത് ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇത്രയേ ഉള്ളൂ. എക്സ്പെൻസസ് എല്ലാം ഒരേ ടൈപ്പ് അല്ല, എല്ലാം പല രീതിയിൽ വരും. ചില എക്സ്പെൻസസ് ഫിക്സ്ഡ് എമൗണ്ട് ആണ്, അത് കൃത്യമായിട്ട് എല്ലാ മാസവും വരും. ചിലത് ഫിക്സ്ഡ് എമൗണ്ട് അല്ല, ചിലത് എല്ലാ മാസവും വരില്ല. അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ വരും. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ഈ ഇൻഷുറൻസിൻ്റെ കാര്യം പറഞ്ഞു, 250 പെർ മന്ത് എന്നാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 6 മാസത്തിൽ ഒരിക്കലാണ് ഇൻഷുറൻസ് അടയ്ക്കേണ്ടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താ ചെയ്യുക? 6 മാസം അത് അടയ്ക്കേണ്ട സമയമാകുമ്പോഴായിരിക്കും നമ്മളത് ബഡ്ജറ്റിലിരുന്നത്. അപ്പോൾ അത് നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. കാരണം അതുവരെയുള്ള എല്ലാ മാസവും ഉള്ള എക്സ്പെൻസസ്, ഇൻകം എക്സ്പെൻസസ് പോയിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് അടുത്ത നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു, ഓരോ ടൈപ്പ് ഓഫ് എക്സ്പെൻസസ് എന്തൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് ടൈപ്പ് വരുന്നത് റെക്കറിങ് എക്സ്പെൻസസ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് എമൗണ്ട് ഉണ്ടാവാം, വേരിയിങ് എമൗണ്ട് ഉണ്ടാവാം. അതായത് ഇപ്പോൾ റെക്കറിങ് ഫിക്സ്ഡ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ റെൻറ്റ് പോലുള്ള നമുക്ക് കൃത്യമായിട്ട് അറിയാം, ഓരോ മാസവും ഇത്ര എമൗണ്ട് വെച്ച് വരും. അതാണ് ഫിക്സ്ഡ് എമൗണ്ട് എന്ന് പറയുന്നത്. വേരിയിങ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഗ്രോസറീസും പെട്രോളും പോലെ നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് കൂടാനും കുറയാനും സാധ്യതയുള്ള എമൗണ്ട്സ് ആണ് വേരിയിങ് എമൗണ്ട് എന്ന് പറയുക. അടുത്തത് ഷോർട്ട് ഇൻ്റർവെൽ ആൻഡ് ലോങ് ഇൻ്റർവെൽ. ഷോർട്ട് ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ പേ പീരീഡിലും കൃത്യമായിട്ട് വരും എന്ന് ഉറപ്പുള്ളത്. എഗെയിൻ എക്സാമ്പിൾ റെൻറ്റ്, അല്ലെങ്കിൽ എന്താ പറയുക ഫോൺ ബില്ല്, പ്രീപെയ്ഡ് ആണെങ്കിൽ പോസ്റ്റ് പെയ്ഡ് ആണെങ്കിൽ ഫോൺ ബില്ല്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഷോർട്ട് ഇൻ്റർവെലാണ്. കൃത്യമായിട്ട് ഓരോ ഇതിലും വരും, ബിൽസ് വരും എന്നുള്ളത്. ലോങ് ഇൻ്റർവെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഇൻഷുറൻസിൻ്റെ എക്സാമ്പിൾ പറഞ്ഞതുപോലെ 6 മാസം അല്ലെങ്കിൽ 1 വർഷമൊക്കെ സമയമെടുത്തായിരിക്കും അതിൻ്റെ പേയ്മെൻറ്റ് വരുന്നത്. അങ്ങനത്തതുണ്ട്. പിന്നത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള എക്സ്പെൻസസ് ഉണ്ടാവാം.
അൺപ്രഡിക്റ്റബിൾ എക്സ്പെൻസസ് നമുക്ക് ഈ പറഞ്ഞ നേരത്തെ എഴുതിയ കൂട്ടത്തിലൊന്നും അതില്ല. മെഡിക്കൽ എമർജൻസീസ് ഉണ്ടാവും, എന്തെങ്കിലും ആക്സിഡൻറ്റ്സ് സംഭവിക്കാം, പാർട്ടീസോ ഈവൻസോ വരാം. ഞാൻ ഈ ദുരന്തങ്ങളുടെ കൂടെ തന്നെയാണ് അത് എഴുതിയിരിക്കുന്നത്. കാരണം പലരും അത് അങ്ങനെയാണ് കാണുന്നത്. ഒരാളൊരു പാർട്ടിക്ക് വിളിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ ദുരന്തമായി, ഇനിയിപ്പോൾ കാശ് കൊടുത്ത് ഇനി അവിടെ പോയി എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണമല്ലോ എന്നൊരു ദുരന്തം പോലെയാണ് ആളുകൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എഴുതിയത് അൺഎക്സ്പെക്റ്റഡ് ഡൊണേഷൻസ്. അത് പിന്നെ നിങ്ങൾക്ക് അറിയാം, പിരിവുകാർ വന്നു കഴിഞ്ഞാൽ അതും ഒരു ദുരന്തമാണ്. ഇതൊക്കെ അൺപ്രഡിക്റ്റബിൾ എക്സ്പെൻസസ് ആണ്, നമ്മൾ ബഡ്ജറ്റിൽ സാധാരണ അതൊന്നും ഉൾപ്പെടുത്താറില്ല. പിന്നെ ഉള്ളത് കൺട്രോളബിൾ ആയിട്ടുള്ള എക്സ്പെൻസസ്. ഇതിൽ നമുക്ക് ഫ്ലെക്സിബിലിറ്റി കിട്ടുന്നത് ഇവിടെയാണ്. എൻ്റർടൈൻമെൻറ്റ്, ഷോപ്പിംഗ്, പുറത്തുനിന്ന് ആഹാരം കഴിക്കൽ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൺട്രോളബിൾ ആണ്. പക്ഷേ അത് പൂർണ്ണമായി ഒഴിവാക്കാൻ ഞാൻ ഒരിക്കലും പറയില്ല. അതും ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനായിട്ട് ജീവിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്, അതും കൂടെ ഇല്ലെങ്കിൽ. അപ്പം അത് വേണം, പക്ഷേ അത് നമുക്ക് ഫ്ലെക്സിബിലിറ്റി ഉള്ള സംഭവമാണ്. നമ്മുടെ കൺട്രോളബിൾ സംഭവങ്ങളായത് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് നമുക്കതിൽ നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് അതിൽ ചെയ്യാൻ പറ്റും. റെക്കറിങ് എക്സ്പെൻസസ് ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. റെക്കറിങ് എക്സ്പെൻസസ്, അതിൽ ആദ്യത്തേത് ഫിക്സ്ഡ് എമൗണ്ട്. ഇതാണ് ഏറ്റവും എളുപ്പത്തിൽ മാനേജ് ചെയ്യാൻ പറ്റുന്നത്. കാരണം ഇതിനകത്ത് വേറെ ആംബിഗ്യൂറ്റി ഒന്നുമില്ല, നമുക്കറിയാം കൃത്യ എമൗണ്ട് എത്രയാണ്, എപ്പോഴാണ് വരുന്നത്, ഇതെല്ലാം നമുക്ക് കൃത്യമായിട്ട് അറിയാം. സോ ഫിക്സ്ഡ് എമൗണ്ട് വലിയ പാടൊന്നുമില്ല. ഇത് മാനേജ് ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഡ്യൂ ഡേറ്റ് എന്നാണെന്ന് നോക്കുക, അത് നമ്മുടെ ഈ ബഡ്ജറ്റിംഗ് പീരീഡിലേക്ക് അതിന് എമൗണ്ട് ആ ഡേറ്റിൽ ഇത് വരും എന്നുള്ള രീതിയിൽ ഏത് ബഡ്ജറ്റിംഗ് പീരീഡിലാണ് വരേണ്ടത് എന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. വേരിയിങ് എമൗണ്ട് ആണെങ്കിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആവറേജ് കണക്കാക്കുക. ആവറേജ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഒരു മാസം 450 ആയിരിക്കാം, അടുത്ത മാസം ചിലപ്പോൾ 475 ആയിരിക്കും, ചിലപ്പോൾ 400 ആയിരിക്കാം. അപ്പോൾ നമുക്ക് ഒരു കുറച്ച് നാളത്തെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം മനസ്സിലാവും എത്രയാണ് ഒരു ആവറേജ് എമൗണ്ട് ഇതിന് വരിക എന്നുള്ളത്. അപ്പോൾ അതാണ് നമ്മൾ ബഡ്ജറ്റിലേക്ക് ഉൾപ്പെടുത്തേണ്ടത്. പക്ഷേ ആവറേജ് എമൗണ്ട് എന്ന് പറയുമ്പോൾ ഒരിക്കലും ശ്രദ്ധിക്കുക, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആവറേജ് എമൗണ്ട് മാത്രം ഇട്ട് കഴിഞ്ഞാൽ അതിൽ കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ കുറച്ചൊന്ന് ഹയർ ലെവലിൽ ഇടുക. ഇപ്പോൾ നമ്മൾ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്ത് വന്ന് 434 പോയിൻറ്റ് സംതിങ് എന്ന് പറഞ്ഞ് വരികയാണെങ്കിൽ അതിന് 450 470 റൗണ്ട് ചെയ്ത് ഹൈ ആക്കി ഇട്ടേക്കുക. അപ്പോൾ അതാണ് ടു ബി സേഫ് ചെയ്യുന്നത്. കാരണം എപ്പോഴും നമ്മൾ ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ടു ബി ഓൺ ദ സേഫ് സൈഡ് ആ രീതിയിൽ തന്നെ ചെയ്യുക. എറർ ഓൺ ദ സൈഡ് ഓഫ് കോഷൻ എന്ന് പറയും. നമ്മൾ എപ്പോഴും കുറച്ച് സേഫായിട്ട് നിൽക്കുക, കുറച്ച് കൂടുതൽ എമൗണ്ട് അതിന് വേണ്ടി കരുതുക. ആ രീതിയിൽ വേണം ബഡ്ജറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ വേരിയിങ് എമൗണ്ട് ചെയ്യേണ്ടത് അങ്ങനെയാണ്. പിന്നെ വരുന്നത് ഷോർട്ട് ഇൻ്റർവെൽ. ഇപ്പോൾ ഷോർട്ട് ഇൻ്റർവെലും നേരത്തെ ഫിക്സ്ഡ് എമൗണ്ടിൻ്റെ കാര്യം പറഞ്ഞതിനൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല, നമുക്കറിയാം. അതായത് ഷോർട്ട് ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കുന്നത് ഓരോ പേ പീരീഡിലും. ഇപ്പോൾ ഞാൻ പേ പീരീഡ് എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും മാസത്തിലായിരിക്കില്ല ശമ്പളം, ചിലർക്ക് ബൈ വീക്ക്ലി ആയിരിക്കും. ഇവിടെ കാനഡയിൽ ബൈ വീക്ക്ലിയും വീക്ക്ലി പേ ഉള്ളവരുണ്ട്. അപ്പം ആ പേ പീരീഡാണ് നമ്മൾ ഓരോ ബഡ്ജറ്റിനും കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ഷോർട്ട് ഇൻ്റർവെൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഓൾമോസ്റ്റ് എവറി പേ പീരീഡ്, എല്ലാ പേ പീരീഡിലും വരുന്നതോ അല്ലെങ്കിൽ 2 or 3 പേ പീരീഡ്, മാക്സിമം 3 പേ പീരീഡിൻ്റെ ഡ്യൂറേഷനിലുള്ളിൽ വരുന്ന സംഭവങ്ങളാണ് ഷോർട്ട് ഇൻ്റർവെൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല മാനേജ് ചെയ്യാൻ. നമ്മൾ അത് ആ എമൗണ്ട് അതുപോലെ ഏത് പേ പീരീഡിലാണോ വരുന്നത് അവിടേക്ക് ആ ബഡ്ജറ്റിലേക്ക് ഉൾപ്പെടുത്തിയാൽ മതിയാവും. പിന്നെ വരുന്നത് ലോങ് ഇൻ്റർവെൽ. ഈ ലോങ് ഇൻ്റർവെലാണ് നമുക്ക് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇതാണ് ബഡ്ജറ്റിങ്ങിൽ നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കാതെ പോകുന്നത്. കാരണം ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇൻഷുറൻസിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഒരു വലിയ എമൗണ്ട് ആയിരിക്കും വരുന്നത്. അല്ലെങ്കിൽ സ്കൂൾ ഫീസ് ഒരു 6 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോഴൊക്കെ ആയിരിക്കും സ്കൂൾ ഫീസ് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ വലിയ എമൗണ്ടുകൾ നമ്മൾ ആ സമയത്ത് അപ്പോഴത്തെ ബഡ്ജറ്റ് നോക്കാൻ നിന്നാൽ കിട്ടില്ല. അപ്പോൾ അതിനാണ് ഈ ലോങ് ഇൻ്റർവെൽ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിക് രീതി ഇങ്ങനെയാണ്. നമ്മുടെ ടൈം പീരീഡ് നോക്കുക, അതിൻ്റെ ഉള്ളിൽ എത്ര പേ പീരീഡ്സ് ഉണ്ടാവും നോക്കുക, ഈ ടോട്ടൽ എമൗണ്ടിനെ പേ പീരീഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം മാസം ശമ്പളം പെർ മന്ത് സാലറി ആണെന്നുണ്ടെങ്കിൽ 12,000 പെർ ഇയർ ചിലവ് വരുന്ന എന്തെങ്കിലും ഒരു എക്സ്പെൻസ്, ഇൻഷുറൻസ് ആണെന്ന് നോക്കിയാൽ 12,000 പെർ ഇയർ വരുന്നു. ആ 12,000 പെർ ഇയർ എക്സ്പെൻസ് വരുന്നതിന് ആ നമ്പർ ഓഫ് പേ പീരീഡ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഒരു വർഷത്തേക്കാകുമ്പോൾ 12 months മന്ത്ലി സാലറി. അപ്പോൾ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഓരോ മാസവും ഇത്ര വെച്ച് വേണം എന്നറിയണം. അപ്പോൾ അത് വേണം നമ്മുടെ ബഡ്ജറ്റിലേക്ക് ഉൾപ്പെടുത്താൻ. എല്ലാ മാസത്തെയും ബഡ്ജറ്റിൽ അതിനെ ഒരു റെക്കറിങ് ഫിക്സ്ഡ് എക്സ്പെൻസ് പോലെ കണക്കാക്കി ആ എമൗണ്ടിനെ ബഡ്ജറ്റിലേക്ക് ആഡ് ചെയ്യുക. ഇത് നിങ്ങളുടെ സേവിങ്സിൽ അവിടെ ഉണ്ടാവണം, അത് എടുക്കാൻ പാടില്ല. പ്രധാനമായിട്ടും ബഡ്ജറ്റിങ്ങിൽ വേണ്ടത് ഡിസിപ്ലിനാണ്. അപ്പോൾ അത് നമ്മളതനുസരിച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ സേവ് ചെയ്തിട്ട് എടുക്കാൻ പാടില്ല. അതിൻ്റെ കാര്യവും ഞാൻ ഉടനെ പറയാം. അപ്പോൾ ഇത് ഏത് വലിയ എക്സ്പെൻസിന് നമുക്ക് ചെയ്യാൻ പറ്റും. ലോങ് ഇൻ്റർവെൽ വരുന്ന ഏത് എക്സ്പെൻസിനെയും നമുക്ക് ഇതുപോലെ ഡിവൈഡ് ചെയ്ത് ഷോർട്ടർ ടൈം പീരീഡിലാക്കി നമ്മുടെ പേ പീരീഡിൻ്റെ ഉള്ളിൽ ഒരു ഫിക്സ്ഡ് റെക്കറിങ് എക്സ്പെൻസ് പോലെ കൺസിഡർ ചെയ്യാൻ പറ്റും. പിന്നെ വരുന്ന അൺപ്രഡിക്റ്റബിൾ എക്സ്പെൻസസ്. ഇതെങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോൾ അൺപ്രഡിക്റ്റബിൾ എക്സ്പെൻസസിനെ മാനേജ് ചെയ്യേണ്ട ഒരു രീതി എമർജൻസി ഫണ്ട്സ് സേവ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് ഞാൻ നമ്മുടെ ഫസ്റ്റ് സെഷനിൽ പറഞ്ഞിരുന്നു. സേവിങ്സിൽ ഷോർട്ട് ടേം സേവിങ്സിലുള്ള ഒരു ആസ്പെക്റ്റ് ആണ് എമർജൻസി ഫണ്ട്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ലിക്വിഡിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് സേവിങ്സ് അക്കൗണ്ട് പോലെ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന എന്തിലെങ്കിലും ആയിരിക്കണം. പെട്ടെന്നെന്ന് ഉദ്ദേശിക്കുന്നത്
നമ്മൾ ആപ്പിൽ കുത്തി അപ്പോഴേ എടുക്കുക എന്നുള്ളതോ അല്ലെങ്കിൽ ജസ്റ്റ് കാർഡ് ഇട്ട് സ്വൈപ്പ് ചെയ്യുക എന്നുള്ളതോ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അത്രയും ലിക്വിഡിറ്റി പാടില്ല. അപ്പോൾ അത് എമർജൻസി ഫണ്ട്സ് ആയിട്ട് അവിടെ ഉണ്ടാവില്ല. കുറച്ച് ഒരു ചെറിയ പിടുത്തം വേണം അറ്റ്ലീസ്റ്റ്. അതായത് ഒരു 24 hours ടൈം. അതായത് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തു, ഒരു 24 hours ടൈം. അപ്പം അങ്ങനത്തെ സിസ്റ്റംസ് ഓരോ സ്ഥലത്തും ഉണ്ടോ എന്നറിയില്ല. ഇവിടെ ഉണ്ട്. ഇവിടെ TFSA എന്ന് പറഞ്ഞൊരു സേവിങ് അക്കൗണ്ട് ഉണ്ട് കാനഡയിൽ. അപ്പം അതിൽ ആണ് പൊതുവെ എമർജൻസി ഫണ്ട്സ് സേവ് ചെയ്യാറ്. കാരണം അതിലെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഫോം ഫില്ല് ചെയ്ത് മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ദിവസം അത് നമ്മുടെ അക്കൗണ്ടിലെ എമൗണ്ട് വരും. അങ്ങനെയാണ് അത് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പം അങ്ങനെ അത് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഫണ്ട്സിൽ ലിക്വിഡിറ്റി ഉണ്ട്, എന്നാൽ അത് കംപ്ലീറ്റ്ലി ലിക്വിഡ് അല്ല, പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് നമ്മളത് സേവിങ്സ് പോലെ കണക്കാക്കും. അപ്പോൾ അത് എമർജൻസി ഫണ്ട്സിൻ്റെ ഒരു മിനിമം ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 3 to 6 months ഓഫ് എക്സ്പെൻസസ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാനഡയിലൊക്കെ അത് പറയുന്നത് വെച്ചാൽ ഇപ്പോൾ ജോബ് ലോസ് വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ജോബ് കണ്ടുപിടിക്കുന്നത് വരെ നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് എന്നുള്ള രീതിയിലാണ് ഇതിനെ കണക്കാക്കുന്നത്. ഒരു 3 മുതൽ 6 മാസം വരെയുള്ള നിങ്ങളുടെ എക്സ്പെൻസസ് ആണ് എമർജൻസി ഫണ്ട്സ് ആയിട്ട് സേവ് ചെയ്യേണ്ടത്. പിന്നെ ഉള്ളത് ഇൻഷുറൻസസ് ആണ്. ഹെൽത്ത് ഇൻഷുറൻസ്, ക്രിട്ടിക്കൽ ഇൽനസ് കവറേജ്, ലൈഫ് ഇൻഷുറൻസ്, വെഹിക്കിൾ ഇൻഷുറൻസ്, ഇങ്ങനെ അങ്ങനെ ഒരുപാട് ഇൻഷുറൻസസ് ഉണ്ട്. അപ്പോൾ ഈ ഇൻഷുറൻസസിൻ്റെ ഒരു ആസ്പെക്ട് അത് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതുപോലെ അൺപ്രഡിക്റ്റബിൾ എക്സ്പെൻസസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനെ ഒരു ചിലവായിട്ടോ അല്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായിട്ടോ കണക്കാക്കാതെ അത് ഇങ്ങനത്തെ ആവശ്യങ്ങൾ, ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ആരോഗ്യ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സീരിയസ് ആയിട്ടുള്ള ഇല്ലൻസ് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് അത് മരണം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിക്ക് ഉള്ള എക്സ്പെൻസസ് കവർ ചെയ്യാൻ, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് വെഹിക്കിൾ ഇൻഷുറൻസ്, വണ്ടിക്ക് എന്തെങ്കിലും ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്പെൻസ്. അപ്പോൾ ഇതൊന്നും നമുക്ക് അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇൻഷുറൻസസിലോട്ട് അത് കൺസിഡർ ചെയ്യുക. പിന്നെ വരുന്നത് ഈവൻസ് ആൻഡ് ഡൊണേഷൻ, നേരത്തെ പറഞ്ഞ മഹാദുരന്തം. അതിനുവേണ്ടി ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ആ സമയം വരുമ്പോൾ ഇനി ഞാൻ ഗിഫ്റ്റിന് എവിടെ പോകും എന്ന് ചിന്തിക്കാതെ എല്ലാ മാസവും അതിനു വേണ്ടിയും ഒരു എമൗണ്ട് മാറ്റിയിടുക. അത് ഒരാവശ്യമാണെന്ന് മനസ്സിലാക്കി തന്നെ ചെയ്യുക. കാരണം എന്താ പറയുക, ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ. നമ്മൾ കണ്ണടച്ചിരുട്ടാക്കുന്നതിൽ അർത്ഥമില്ല. ഇതെല്ലാം ഇന്നവിറ്റബിൾ ആണ്, ഇതൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള എന്താ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. എന്നാലും നമ്മൾ അതിന് പ്രിപ്പയർ ആവുന്നില്ല. അത് പ്രിപ്പയർ ആയാലേ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്കറിയാം എന്തായാലും ഇവൻസ് ഉണ്ടാവും. നമുക്കൊരിക്കലും ഒരു ഐലൻഡായിട്ട് ജീവിക്കാൻ പറ്റില്ല. മാൻ ഇസ് എ സോഷ്യൽ അനിമൽ. ഇതിന് നമ്മുടെ ലൈഫിൻ്റെ പാർട്ടാണ്, നമ്മുടെ സോഷ്യൽ ലൈഫിൻ്റെ പാർട്ടാണ് ഇതൊക്കെ. അപ്പോൾ എന്തായാലും ഈവൻസ് ഉണ്ടാവാം, പാർട്ടീസ് ഉണ്ടാവാം, ഡൊണേഷൻസിന് ആൾക്കാർ വരാം. അതൊക്കെ നമ്മൾ ആ സമൂഹത്തിലുള്ളതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പോൾ അതിനെ ഒരു നെഗറ്റീവായിട്ട് കാണുന്നതിന് പകരം നമുക്ക് അതിൽ പാർട്ടാവാൻ ശ്രമിക്കുക. അതിനെന്ത് ചെയ്യാമെന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്യുക. ഇതും ഒരു സ്പെസിഫിക് എമൗണ്ട് ആക്കി തീരുമാനിക്കുക. ഒരു റെക്കറിങ് ഫിക്സ്ഡ് ഷോർട്ട് ഇൻ്റർവൽ എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കുക. എല്ലാ ബഡ്ജറ്റ് പീരീഡിലും എല്ലാ പേ പീരീഡിലും അതൊരു റെക്കറിങ് എമൗണ്ട് ആയിട്ട് നമ്മുടെ സേവിങ്സിലേക്ക് മാറ്റിയിടുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിർത്തണം. ഇപ്പോൾ നമ്മൾ ഓരോ മാസവും ലെറ്റ്സ് സേ നമ്മൾ തീരുമാനിച്ചു ഒരു 100 രൂപ ആണ് ഞാൻ ഈ പറഞ്ഞ ഇവൻസിനും ഡൊണേഷൻസിനും വേണ്ടി സേവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, 100 രൂപ എന്ന് തികയില്ല, പോട്ടെ, ഞാൻ എക്സാമ്പിൾ പറയുന്നതേ ഉള്ളൂ. ഒരു 5 മാസം നിങ്ങളങ്ങനെ സേവ് ചെയ്തപ്പോൾ ആണ് 5ാമത്തെ മാസം ഒരു കല്യാണം അല്ലെങ്കിൽ ഒരു പാർട്ടിക്കാർ ഡൊണേഷന് വന്നു. നമ്മുടെ കയ്യിൽ അപ്പോൾ ഈ ഇവൻസ് ആൻഡ് ഡൊണേഷന് വേണ്ടി സേവ് ചെയ്തിരിക്കുന്നത് 500 രൂപയാണ്. ആ 500 രൂപയ്ക്കുള്ളിൽ അത് നിർത്തണം. അത് നമ്മൾ തീരുമാനിച്ചേ പറ്റുള്ളൂ. അപ്പോൾ എന്താണോ ആ കാശിനുള്ളത് അത് ചെയ്യുക, കഴിഞ്ഞു. പിന്നെ ആ മാസത്തേക്ക് വേറെ ആ ബഡ്ജറ്റിൽ ഇല്ല. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് കണക്കാക്കി ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കൂടുതൽ ചെയ്യണമെന്നാണ് നിങ്ങളുടെ താല്പര്യമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സേവ് ചെയ്യുമ്പോൾ അതുപോലെ കൂടുതൽ ചെയ്യുക. 100-ന് പകരം 200 വെച്ച് സേവ് ചെയ്താൽ നിങ്ങളുടെ 5 മാസം കഴിയുമ്പോൾ 1000 രൂപ ഉണ്ടാവും. അങ്ങനെ ചെയ്യുക. പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നൊരു കാര്യമാണ് ഈ ലെഫ്റ്റ് ഓവർ ഫ്രം പ്രീവിയസ് പേ പീരിയഡ്. അതായത് ഞാനത് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ സിമ്പിൾ ബഡ്ജറ്റ് എഴുതിയപ്പോൾ കാണിച്ചായിരുന്നു 50,000 ഇൻകം, 49,950 എക്സ്പെൻസ് ഈക്വൽ ടു 50 ബാക്കി. അങ്ങനെ എക്സ്ട്രാ വരുന്ന എമൗണ്ട്സ് ഉണ്ടാവും. അതിനെയും ഈ ഈവൻസ് ആൻഡ് ഡൊണേഷൻസ് എന്നുള്ള സംഭവത്തിലേക്ക് മാറ്റിയിടുക. അത് എല്ലാ മാസവും നിങ്ങൾ മോണിറ്റർ ചെയ്യണം. ആ മാസം കഴിയുമ്പോൾ ബാക്കി ഇത് പറഞ്ഞതുപോലെ ചെറിയ എമൗണ്ട്സേ ഉണ്ടാവുള്ളൂ. അതൊക്കെ ആ ചെറിയ എമൗണ്ടിന് അതുപോലെ എടുത്ത് ഈവൻസ് ആൻഡ് ഡൊണേഷൻസ് എന്നുള്ളത് ഫണ്ടിലോട്ട് അങ്ങ് മാറ്റുക. അപ്പോൾ അതും എക്സ്ട്രാ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ആണ് അൺപ്രഡിക്റ്റബിൾ എക്സ്പെൻസസ് മാനേജ് ചെയ്യേണ്ടത്. പിന്നെ ബഡ്ജറ്റിങ്ങിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്സ് നോക്കുക. പ്ലാൻ അഹെഡ്, നേരത്തെ ആലോചിക്കുക. മാസം കഴിഞ്ഞിട്ട് കണക്കുകൾ എടുത്ത് വെച്ച് നോക്കിയിട്ട് അയ്യോ ഇതിങ്ങനെ ആയിപ്പോയല്ലോ, ഇവിടെ പോയി അവിടെ പോയി എന്ന് ചിന്തിക്കുകയല്ല ചെയ്യേണ്ടത്. മാസത്തിൻ്റെ തുടക്കത്തിലാണ് അത് ചെയ്യേണ്ടത്. അതായത് ഈ മാസം എന്തൊക്കെ എക്സ്പെൻസസ് ഉണ്ട്, ഈ മാസം ഇൻകം ഇത്രയുണ്ട്, അപ്പോൾ ഇതിനനുസരിച്ച് ഇന്നതിനൊക്കെ ചെയ്യാം. സോ നമ്മുടെ വാണ്ട്സിന് ഇത്ര എമൗണ്ട് ഉണ്ട്. ദെൻ ആ വാണ്ട്സിൻ്റെ ആ ഒരു ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വേണം നമ്മുടെ മറ്റ് എക്സ്പെൻസസ് എല്ലാം ഇത് ചെയ്യാനായിട്ട്. അപ്പം അത് അങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ എക്സ്ട്രാ വരില്ല. നമ്മൾ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ പറഞ്ഞു, ഇൻകം കുറവാണ് ആകാം, എക്സ്പെൻസസിന് തികയുന്നില്ല, എല്ലാം ഓക്കെ, ശരിയാണ്. നമ്മൾ ആദ്യം ഒന്ന് പ്ലാൻ ചെയ്ത് നോക്കുക, ബഡ്ജറ്റിംഗ് ചെയ്ത് നോക്കുക. ബഡ്ജറ്റിംഗ് ചെയ്തിട്ട് ശരിയാവുന്നില്ലെന്നുണ്ടെങ്കിൽ ഓബ്വിയസ്ലി ഇൻകം കൂടുതൽ വേണം എന്നുള്ളത് തന്നെയാണ് നമുക്കതിൽ വരുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആദ്യമേ മാസത്തിൻ്റെ തുടക്കത്തിൽ ചെയ്യുമ്പോൾ തന്നെ ഇത് കിട്ടും. കാരണം ഞാനിത് ഒരുപാട് പേർക്ക് ബഡ്ജറ്റിംഗ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അതിൽ നമ്മൾ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ
ഇവിടെ ഒരു ക്ലയൻറ്റ് ഇതുപോലെ സംസാരിച്ച സമയത്ത് അവർ സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ അവർ പറയുന്നത് നമുക്ക് സേവിങ്സിനൊന്നും കാശില്ല, ഒന്നും ബാക്കിയില്ല, ചിലവ് കഴിഞ്ഞും നാട്ടിലെ കടമൊക്കെ തീർത്ത് വരുമ്പോൾ ഒന്നും ഉണ്ടാവാറില്ല എന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ, നിങ്ങളുടെ ഇൻകം എത്രയുണ്ടെന്ന് ചോദിച്ചു. ഓക്കെ ഇത്ര എഴുതി, എക്സ്പെൻസസ് എന്തൊക്കെയാണ് ഓരോന്നോരോന്നായിട്ട് അവിടെ നിന്ന് എഴുതി, കണക്ക് എഴുതി വന്നപ്പോഴത്തേക്കും അവസാനം ഉണ്ട്. അതായത് അവർക്ക് ഇവിടെ $6,000 മന്ത്ലി സാലറി ഉണ്ട്. ആ $6,000 എഴുതി കൂട്ടി വന്നപ്പോഴത്തേക്ക് അവസാനം $1,500 ബാക്കി. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ എല്ലാ എക്സ്പെൻസസ് എഴുതിയെന്ന് ഉറപ്പാണോ? നിങ്ങളെല്ലാം ലിസ്റ്റ് ചെയ്തോ? നിങ്ങൾ നാട്ടിലെ കടം ഇവിടെ എഴുതിയിട്ടുണ്ട്, ഗോൾഡിൻ്റെ കാര്യം ഓക്കെ അതെല്ലാം എഴുതിയിട്ടുണ്ട്, പിന്നെ ഇതെങ്ങനെ 1,500 വന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു പിടിയില്ല. അപ്പോൾ ഈ 1,500 ഇത്രയും കാലം എവിടെ പോയെന്ന് ചോദിച്ചു. ഒരു പിടിയില്ല. അപ്പോൾ അതങ്ങനെയാണ്, നമ്മളത് നമ്പേഴ്സിൽ എഴുതി കൂട്ടി ആദ്യമേ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് പോവും, എങ്ങനെയെങ്കിലും പോവും, നമ്മളത് ചിലവാക്കിയിരിക്കും. നമ്മുടെ അതാണ് കാരണം. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ എന്താ പറയുക, നമ്മൾ ഈ ഡിജിറ്റൽ പേയ്മെൻറ്റ്സിലൂടെ ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഒരു കണക്ക് നമ്മുടെ മനസ്സിൽ കിട്ടില്ല. കാരണം നമ്മൾ മുമ്പ് ക്യാഷ് ആയിട്ട് ഡീൽ ചെയ്തിരുന്നപ്പോൾ നമ്മുടെ കയ്യിലൂടെ ഈ അമൗണ്ട് മണി ആക്ച്വൽ സോളിഡ് സാധനം പോകുമ്പോൾ നമുക്കൊരു കണക്കുണ്ട്, നമ്മുടെ മനസ്സിൽ അത് കത്തും ഇതിങ്ങനെ പോകുന്നു എന്നുള്ളത്. പക്ഷേ ഡിജിറ്റൽ പേയ്മെൻ്റ് ആകുമ്പോൾ നമുക്കത് അത്രയും ശ്രദ്ധിക്കില്ല. കാരണം സ്ക്രീനിലെ കുറച്ച് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും അത്രയും ഒരു ഇമ്പാക്റ്റ് വരില്ല. അത് മാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നിങ്ങൾ മിക്ക ഡിജിറ്റൽ പേയ്മെൻറ്റ് സാധനങ്ങളിലും എത്ര പേ ചെയ്തു എന്നേ കാണിക്കുള്ളൂ. നിങ്ങളുടെ അക്കൗണ്ടിൽ ഇനി എത്ര ബാക്കിയുണ്ടെന്ന് ആ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ കാണിക്കില്ല. പക്ഷേ നമ്മൾ ക്യാഷ് ആയിട്ട് ചിലവാക്കുമ്പോൾ അങ്ങനെയല്ല. ക്യാഷ് എടുത്ത് കൊടുക്കുമ്പോൾ കയ്യിൽ ഇരിക്കുന്ന അറിയണ്ട ഇത്രയും കൂടെ ഉള്ളൂ എന്നുള്ളത്. അതൊക്കെ സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് നേരത്തെ പ്ലാൻ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ ലിമിറ്റ് ചെയ്ത് തന്നെ ചെയ്യുക. പിന്നെ ഉള്ളത് പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ്. എന്തിനാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്നുള്ളത്. സേവിങ്സ് ആണ് എപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്, ലോ ലിക്വിഡിറ്റി ആയിട്ടുള്ള സംഭവങ്ങൾക്ക്. പിന്നെ അൺഅവോയ്ഡബിൾ എക്സ്പെൻസസ്, അത് കഴിഞ്ഞ് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള നീഡ്സ്, പിന്നെ കൺട്രോളബിൾ ആയിട്ടുള്ളത്. ഇങ്ങനെ നമ്മൾ ബഡ്ജറ്റിൽ സേവ് ചെയ്യുമ്പോൾ ചെയ്യാവുള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇൻകത്തിൽ നിന്ന് ഈ ഫസ്റ്റ് 3 ഐറ്റംസ് ചെയ്തതിന് ശേഷം ബാക്കി എന്തുണ്ട് അതാണ് ഇവിടെ കൺട്രോളബിളിലോട്ട് പോകേണ്ടത്, വാൺസിലോട്ട് പോകേണ്ടത്. അങ്ങനെ ചെയ്യാവൂ. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഈ കൺട്രോളബിൾ എന്ന് പറയുന്നതിലാണ് നമ്മുടെ ബഫർ നിൽക്കുന്നത്, നമ്മുടെ ഫ്ലെക്സിബിലിറ്റി നിൽക്കുന്നത് അതിലാണ്. ബാക്കി ഇത് 3 നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, തൊടാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അതിന് വേണ്ടി നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കണം, ബാക്കി ഇവിടെ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഒരു ബ്രീത്തിങ് സ്പേസ് കിട്ടും. പിന്നെ ക്രെഡിറ്റ് കാർഡ്സ് യൂസ് ചെയ്യുന്നത്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നാട്ടിലെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. ഞാൻ അവിടെ നിന്ന് പോരുമ്പം ക്രെഡിറ്റ് കാർഡ്സ് അത്ര സീരിയസ് ഇഷ്യൂ ആയിട്ടുണ്ടായിരുന്നില്ല അവിടെ. പക്ഷേ ഇവിടെ കാനഡയുടെ ഒരു കോൺസെപ്റ്റ് വെച്ച് പറയുന്നതാണ്, ക്രെഡിറ്റ് കാർഡ്സ് വളരെ സീരിയസ് ആണ്. കാരണം ഇവിടെ ക്രെഡിറ്റ് കാർഡ് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള സാഹചര്യമാണ്. അത് എങ്ങനെയെന്ന് വെച്ചാൽ, ക്രെഡിറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത്. ഇവിടെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിലേ, ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്താലേ, ക്രെഡിറ്റ് യൂസ് ചെയ്താലേ നമുക്കിവിടെ ക്രെഡിറ്റ് സ്കോർ ഇൻക്രീസ് ആവത്തുള്ളൂ. ആ ക്രെഡിറ്റ് സ്കോർ നല്ല പോയിന്റ് ഉണ്ടെങ്കിലേ ഇവിടെ ഒരു വീട് വാടകയ്ക്ക് എടുക്കാനോ ഫോൺ കണക്ഷൻ കിട്ടാൻ പോലും നമുക്ക് ക്രെഡിറ്റ് സ്കോർ കാണിച്ചാലേ കിട്ടുള്ളൂ. അപ്പോൾ ആ ക്രെഡിറ്റ് സ്കോർ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്രെഡിറ്റ് യൂസ് ചെയ്തേ പറ്റൂ. നമ്മുടെ കയ്യിൽ എത്ര കാശുണ്ടെന്ന് പറഞ്ഞാലും ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ക്രെഡിറ്റ് കാർഡ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്രെഡിറ്റ് കാർഡ് കമ്പനീസ് നമുക്ക് വളരെ ഉയർന്ന ലിമിറ്റ് തരും. അതായത് നിങ്ങൾക്ക് $10,000 യൂസ് ചെയ്യാം, $15,000 നിങ്ങൾക്ക് ക്രെഡിറ്റ് ലിമിറ്റ് ഉണ്ടെന്ന് പറയും. പക്ഷേ ഈ $15,000 ക്രെഡിറ്റ് ലിമിറ്റ് ഉള്ള ആളിന് ശമ്പളം $2,500 ആയിരിക്കും. അപ്പോൾ ഈ $2,500 ചിലവ് കാശ് കയ്യിൽ വരുന്ന ഒരാൾ $15,000 ക്രെഡിറ്റ് ലിമിറ്റുള്ള കാർഡ് യൂസ് ചെയ്യുമ്പോൾ ഒരു കൺട്രോൾ ഉണ്ടാവില്ല. അവർ ഓക്കെ ആ ക്രെഡിറ്റ് കാർഡ് ഉണ്ടല്ലോ, ഒരു സ്വൈപ്പ് സാധനം ഇങ്ങനെ വരും വീട്ടിൽ. പക്ഷേ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത മാസം സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പം $6,000 സ്റ്റേറ്റ്മെൻറ്റ് വരും. അപ്പോൾ ഈ $6,000 സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ $2,500 മാസ ശമ്പളം വെച്ചിട്ട് അത് എങ്ങനെ അടയ്ക്കും? അപ്പോൾ എന്ത് ചെയ്യും? ഓക്കെ മിനിമം ബാലൻസ് അടച്ച്, അല്ലെങ്കിൽ ഒരു 2,000 അടച്ച് അതങ്ങ് വിടും. അപ്പോൾ ബാക്കി അവിടെ കിടക്കുകയാണ് 4,000. ഈ 4,000-ൽ ഇൻട്രസ്റ്റ് കയറുകയാണ്. അടുത്ത മാസം ആകുമ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് വീണ്ടും കൂടുകയാണ്. ഇതിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. ഇവിടെ പലർക്കും ഡെറ്റ് കയറി ബുദ്ധിമുട്ട് വരുന്നതിൻ്റെ പ്രധാന കാരണം ക്രെഡിറ്റ് കാർഡാണ്. അപ്പോൾ അത് നമ്മൾ ഡിസിപ്ലിൻഡ് ആയിട്ട് യൂസ് ചെയ്യണം. അതാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്ന പോയിന്റ്, സ്പെൻഡ് ഓൺലി വാട്ട് യു ഹാവ്. അതായത് നിങ്ങളുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നു, നിങ്ങളുടെ അക്കൗണ്ടിൽ എത്ര കാശുണ്ടോ അതിൻ്റെ ഈക്വൽ ആയിരിക്കണം നിങ്ങൾ ക്രെഡിറ്റ് കാർഡിൽ യൂസ് ചെയ്യുന്നത്. അതിന് മുകളിലേക്ക് പോകാൻ പാടില്ല. ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നത് ക്രെഡിറ്റിന് വേണ്ടിയിട്ടല്ല, ക്രെഡിറ്റ് സ്കോർ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി മാത്രം നിങ്ങളുടെ ട്രാൻസാക്ഷൻസ് ക്രെഡിറ്റ് കാർഡിലൂടെ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ ഈ അക്കൗണ്ട് ബാലൻസിൽ നിന്ന് നിങ്ങൾക്ക് അത് പേ ചെയ്ത് തീർക്കാൻ പറ്റും. എല്ലാ മാസവും കറക്റ്റായിട്ട് നിങ്ങളത് പേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡിൽ ഇൻട്രസ്റ്റ് വരില്ല. നിങ്ങൾ യൂസ് ചെയ്യുന്ന എമൗണ്ട് മാത്രമേ ക്രെഡിറ്റ് കാർഡിൽ സ്പെൻഡ് ആവത്തുള്ളൂ. അതായത് നിങ്ങൾക്ക് നഷ്ടം വരുന്നില്ല. പക്ഷേ നമ്മുടെ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എമൗണ്ട് നമ്മൾ അടച്ച് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് കയറും ഓരോ മാസവും. അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇനി അഥവാ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ, അതായത് നിങ്ങളുടെ ബഡ്ജറ്റിനും മുകളിലേക്ക് അത് പോവുകയാണെങ്കിൽ, അതിനെ നിങ്ങളുടെ അടുത്ത പേ പീരീഡിലെ ബഡ്ജറ്റിലേക്ക് അതിനെ ആഡ് ചെയ്യണം. അതായത് ഒരു എക്സ്പെൻസ് ആയിട്ട് അതിലേക്ക് ആഡ് ചെയ്യണം. കാരണം നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പോയിട്ടില്ല, പക്ഷേ അടുത്ത പേ പീരീഡിൽ ഈ എക്സ്പെൻസ്, അതായത് ഞാൻ ഇപ്പോൾ അല്ല അടുത്ത മാസത്തെ എക്സ്പെൻസസിലേക്ക്
ആ amount ആഡ് ചെയ്ത് ചേർക്കണം. അപ്പോൾ അതാകുമ്പോൾ നമുക്കറിയാം ഓക്കെ അടുത്ത മാസം ഇങ്ങനെ ഒരു അതിനും കൂടെ ഞാൻ സ്റ്റേറ്റ്മെൻറ്റിൽ ക്രെഡിറ്റ് കാർഡിൽ പേ ചെയ്യാനുണ്ട് എന്നുള്ളത്. അതിനനുസരിച്ച് നമുക്ക് ബഡ്ജറ്റ് പ്ലാൻ ചെയ്യാൻ പറ്റും. പിന്നെ മൂന്നാമത്തെ പോയിന്റ് പേ ഓഫ് ഓൺ ടൈം. കറക്റ്റായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ അടച്ചു തീർക്കുക. ഒരിക്കലും അത് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് പീരീഡിലേക്ക് മാറ്റരുത്. ഡോക്യുമെൻ്റ് ചെയ്യുക. ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഇതിൻ്റെ അകത്തിട്ട് കറക്കരുത്. ഇവിടെ നിൽക്കില്ല ഒന്നും. എസ്പെഷ്യലി നമ്മൾ ഒരുപാട് പേരും മാത്സ് എന്ന് കേട്ടാൽ ദേഷ്യം വരുന്ന ആൾക്കാരാണ്. നമ്പേഴ്സ് നമ്മുടെ തലയിൽ നിൽക്കില്ല. അതുകൊണ്ടും കൂടെയാണ് പലരും ബഡ്ജറ്റ് ചെയ്യാത്തത്. കാരണം ഇരുന്ന് കണക്ക് കൂട്ടാൻ വയ്യ. നമുക്ക് ഇതൊക്കെ ഇനി എഴുതി കൂട്ടി വരുമ്പോഴത്തേക്കും എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ട് അങ്ങ് ഇട്ടിട്ട് പോകും. അപ്പോൾ അത് ചെയ്യരുത്. അത് ഒരു പേപ്പറിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ എക്സലിലോ സോഫ്റ്റ്വെയറിലോ എന്തിലെങ്കിലും അത് നിങ്ങളുടെ കണ്ണിൻ്റെ മുന്നിൽ കാണണം. മനസ്സിൻ്റെ ഉള്ളിലല്ല, കണ്ണിൻ്റെ മുന്നിൽ കാണണം. നമ്പേഴ്സ് കാണണം. ഈ നമ്പർ ഇതിങ്ങനെ വന്നു, ഇതിന് പോയി ഓക്കെ ഇതിന് വന്നു, അപ്പോൾ ഇത്ര നമ്പർ എന്ന് നമ്മുടെ കൺമുന്നിൽ കാണുമ്പോൾ നമ്മുടെ ബ്രെയിൻ അത് വർക്ക് ചെയ്യാൻ എളുപ്പമാണ്. നമുക്ക് അത്രയും ടയറിങ് ആയിരിക്കില്ല. നമുക്കത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അതും എക്സാക്റ്റ് നമ്പേഴ്സ് വെച്ച് ചെയ്യുക. ആസ് ആക്യുറേറ്റ് ആസ് പോസിബിൾ. ഒരിക്കലും ഒരു ഊഹക്കണക്കാവരുത്. ഓക്കെ ഏകദേശം ഇത്ര, ഓക്കെ അതിന് ഇത്ര ആവുമായിരിക്കും, അപ്പോൾ ഇത്രയൊക്കെ വരുമായിരിക്കും, അപ്പോൾ ഓക്കെ ഇപ്പോൾ ഏകദേശം ഇത്ര ഉണ്ട്, ഓക്കെ എല്ലാം ഓക്കെയാണ്. ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. കറക്റ്റ് നമ്പേഴ്സ് ചെയ്യുക. ഇപ്പം 232.5 എന്നാണെങ്കിൽ അത് 232.5 എന്ന് തന്നെ എഴുതുക. ഇത്തിരി കൂടുതൽ ഇട്ടാലും പ്രശ്നമില്ല. 236 അല്ലെങ്കിൽ 240 ഇട്ടോ, അത് പ്രശ്നമില്ല. പക്ഷേ അത് എന്താ പറയുക, കുറയ്ക്കരുത് ഒരിക്കലും. നമ്മൾ ഈ ഊഹക്കണക്ക് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും നമ്മുടെ സൗകര്യത്തിനായിട്ട് കുറയ്ക്കും, എമൗണ്ട് കുറച്ചിട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. എപ്പോഴും സേഫായിട്ട് ചെയ്യുക. അപ്പോൾ ഇൻകം എപ്പോഴും റൗണ്ട് ഡൗൺ ചെയ്യുക. ഒരു ഇച്ചിരി കുറച്ച് ഇൻകം ഉള്ളൂ എന്നുള്ള രീതിയിൽ ചെയ്യുക. എക്സ്പെൻസസ് എപ്പോഴും റൗണ്ട് അപ്പ് ചെയ്യുക. കുറച്ച് കൂടുതൽ എക്സ്പെൻസ് ഉള്ളെന്നുള്ള രീതി കണക്കാക്കുക. ആ എക്സ്ട്രാ വരുന്നത് നമ്മുടെ കയ്യിൽ തന്നെയല്ലേ നിൽക്കുന്നത്, എവിടെയും പോണില്ലല്ലോ. അങ്ങനെ ചെയ്യുക. പിന്നെ വരുന്നത് ഓട്ടോമേറ്റ് ചെയ്യുക. ഈ പറഞ്ഞ നേരത്തെ മാത്സിൻ്റെ കണക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഉള്ളൊരു ഫാക്ടറാണ്. മാക്സിമം ഇതിനൊക്കെ ഉള്ള ആപ്സും ടൂൾസും ഒക്കെ ഉപയോഗിക്കുക. നമ്മൾ സ്വന്തമായിട്ട് ഇതെല്ലാം ചെയ്യാൻ നോക്കുന്നതാണ് നമുക്ക് മടുപ്പ് തരുന്ന വേറൊരു വിഷയം. നമുക്ക് ഇതെല്ലാം ചെയ്ത് ഇങ്ങനെ എഴുതി വരുമ്പോൾ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ നമ്പേഴ്സ് എഴുതുമ്പോൾ അതൊരു എഫേർട്ടാണ്. നമ്മൾ ഓർത്തെടുക്കുന്നു ഇൻകം ഇത്രയുണ്ട്, ഓക്കെ എക്സ്പെൻസസ് ഇന്നതൊക്കെ ഉണ്ട്, അതിന് നമ്മൾ ബ്രെയിൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ എഴുതാതെ നമ്മുടെ മനസ്സിലിട്ട് കൂട്ടുമ്പോൾ നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കാൽക്കുലേഷൻസും നമ്മുടെ ബ്രെയിനിൽ നിൽക്കുകയാണ്. ഈ നമ്പേഴ്സ് ഓർത്തിരിക്കണം, അതിൻ്റെ കാൽക്കുലേഷൻ ചെയ്യണം, ഇത് എഴുതുമ്പോൾ അത് വേറൊരു എഫേർട്ടാണ്. ഈ എഴുതിയ സംഭവം ഓരോന്ന് ലിസ്റ്റ് ചെയ്ത് അത് മനസ്സിലാക്കി കണക്കൂട്ടി വരുന്നത്, അതൊക്കെ എഫേർട്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ എഫേർട്ടായിട്ട് വരികയാണ്. സോ നമ്മൾ ഈ പ്രോസസ്സ് നമുക്ക് എളുപ്പമാക്കാൻ വേണ്ടി, അതായത് നമ്മുടെ എഫേർട്ട് കുറയ്ക്കും തോറും നമുക്കത് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഈ ആപ്സും ടൂൾസും ഉപയോഗിക്കുക. ഇതിൻ്റെ അകത്ത് ഇൻപുട്ടും ഡിസിഷൻ മേക്കിങ്ങും മാത്രം നമ്മൾ ചെയ്യുക. ബാക്കി കാൽക്കുലേഷനൊക്കെ അത് ചെയ്തോട്ടെ. കാൽക്കുലേഷനും ഔട്ട്പുട്ടും അത് ചെയ്യട്ടെ. ബാക്കി ഡിസിഷൻ മേക്കിംഗ് ഇൻപുട്ട് മാത്രം നമ്മൾ ചെയ്യുക. കാരണം അത് നമ്മൾ തന്നെ ചെയ്തേ പറ്റുള്ളൂ. അത് മെഷീനെ കൊണ്ട് ചെയ്യാൻ പറ്റില്ലെന്നല്ല, ചെയ്യിക്കരുത് മെഷീനെ കൊണ്ട്. അത് നമ്മൾ തന്നെ ചെയ്യണം. മെഷീൻസ് അതിനെ കൊണ്ട് കാൽക്കുലേഷൻ ചെയ്യിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ടൂൾസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ടൂൾസ് ഏതൊക്കെയാണെന്ന് ഞാൻ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, നോക്കാം. ഇതിൽ ആപ്സിൽ ബഡ്ജറ്റിങ്ങിന് ഞാൻ യൂസ് ചെയ്യുന്നത് ആപ്പ് ഇതാണ്. ഒരുപാട് ആപ്പുകളുണ്ട്. പ്ലേ സ്റ്റോറും ആപ്പ് സ്റ്റോറിലൊക്കെ കയറി കഴിഞ്ഞാൽ ആവശ്യം പോലെ ആപ്പുണ്ട്. ഇത് ആൻഡ്രോയിഡിലും iOS-ലും ഉള്ളതാണ്. എക്സ്പെൻസ് മാനേജർ ഈ ആപ്പ് ഐക്കൺ നോക്കി വെച്ചിരുന്നത് മനസ്സിലാവും. അപ്പം ഇത് ഞാൻ ഒരു എക്സാമ്പിളായിട്ട് പറയുന്നതേ ഉള്ളൂ. ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതോ ഇതാണ് ഏറ്റവും ബെസ്റ്റ് എന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഞാനിത് എക്സാമ്പിളായിട്ട് ഇടുന്നത്. അപ്പോൾ ഇതിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമുക്ക് ഇതിൻ്റെ അത് ഇതാണ് അതിൻ്റെ ഒരു മെയിൻ സ്ക്രീൻ വരിക. അതിൻ്റെ അത് ഇപ്പോഴത്തെ കറണ്ട് ബാലൻസ് എത്രയുണ്ട്, മന്ത്ലി ബാലൻസ്, ഈ മാസത്തെ എത്ര ബാലൻസ് ഉണ്ട്, ഈ വീക്കിൽ എത്ര ഇൻകം. ഇത് കസ്റ്റമൈസബിൾ ആണ്. നിങ്ങൾക്ക് ഈ മെയിൻ സ്ക്രീനിൽ എന്തൊക്കെ കാണണം എന്നുള്ളത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഒരു സമ്മറി പോലെ ഇതിൻ്റെ അകത്ത് കാണിക്കും. അതുപോലെ ഉണ്ട് ഇൻകം ആഡ് ചെയ്യാനും എക്സ്പെൻസസ് ആഡ് ചെയ്യാനും ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ളതുണ്ട്. റെക്കറിങ് എക്സ്പെൻസസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഈ ചാർട്ട്സ്, ഓരോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചാർട്ട്സിൽ എക്സ്പെൻസസ് കാണിക്കും. ഏതൊക്കെ എക്സ്പെൻസസ് എത്രയായി, എത്ര പെർസെൻറ്റേജ് ആണ് നിങ്ങളുടെ ഇൻകത്തിൽ നിന്ന് പോകുന്നത്, അതൊക്കെ കാണിക്കാനായിട്ട് ചാർട്ടുണ്ട്. പിന്നെ ഒന്നിലധികം അക്കൗണ്ട്സ് നിങ്ങൾക്ക് ഇതിനകത്ത് ചെയ്യാം. ഉദാഹരണത്തിന് ഇപ്പോൾ എനിക്കിപ്പോൾ നാട്ടിലെ എക്സ്പെൻസസിന് ഒരു അക്കൗണ്ട് ഉണ്ട്. അതുപോലെ കാനഡയിലെ എക്സ്പെൻസസ് കാണിക്കാനായിട്ട് വേറൊരു അക്കൗണ്ട് ഉണ്ട്. കാരണം കറൻസി വ്യത്യാസമായതുകൊണ്ട് രണ്ടും കൂടെ എനിക്ക് ഒരുമിച്ച് മിക്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് രണ്ട് അക്കൗണ്ടായിട്ടാണ് അത് ഇടുന്നത്. അപ്പം ആ അക്കൗണ്ടുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ പേഴ്സണൽ എക്സ്പെൻസസിനും ബിസിനസ് എക്സ്പെൻസസിനും വേറെ അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ അകത്ത് ഉള്ള ട്രാൻസാക്ഷൻസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യാം. അപ്പോൾ ആ ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇതാണ് നിങ്ങളുടെ ഇൻകം അല്ലെങ്കിൽ എക്സ്പെൻസ് എൻ്റർ ചെയ്യുന്ന ഒരു ഇൻ്റർഫേസ്. ഇതാണ് എത്ര എമൗണ്ട് ആണെന്നുള്ളതും ആർക്കാണ് കൊടുത്തത്. ഈ കാറ്റഗറി എന്ന് പറയുന്നിടത്താണ് അത് എന്താണ് എന്ന് കൊടുക്കുന്നത്. ഇപ്പോൾ ഫുഡിനാണോ, ഗ്രോസറീസിന് വാങ്ങിച്ചതാണോ, പെട്രോൾ അടിച്ചതാണോ, വണ്ടിക്ക് കൊടുത്തതാണോ, ഇൻഷുറൻസിന് പേ ചെയ്തതാണോ, റെൻ്റാണോ, ഇതെല്ലാം നമുക്ക് ഇവിടെ ചെയ്യാം. അതായത് ഈ
ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് ലിസ്റ്റ് കാണിക്കും ഓൾറെഡി നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ളത്. അതും കസ്റ്റമൈസബിൾ ആണ്. നിങ്ങൾക്ക് പുതിയ കാറ്റഗറീസ് അതിലോട്ട് ആഡ് ചെയ്യാം, ഉള്ളത് റിമൂവ് ചെയ്യണം ചെയ്യാം, എല്ലാം നിങ്ങളുടെ അത് ഫുള്ളി കസ്റ്റമൈസബിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പേയ്മെൻറ്റ് മെത്തേഡ് എങ്ങനെയാണ്, ക്രെഡിറ്റ് കാർഡ് വഴിയാണോ, ക്യാഷ് ആയിട്ടാണോ, ഡെബിറ്റ് ആണോ, അക്കൗണ്ട് ട്രാൻസ്ഫർ ആണോ, അതെല്ലാം ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ സ്റ്റാറ്റസ് എന്താണ്, ചെക്ക് വല്ലതും ആണെന്നുണ്ടെങ്കിൽ ചെക്ക് നമ്പർ ഡീറ്റെയിൽസ് കൊടുക്കാം, എന്തിൻ്റെ ആണെന്ന് ഫർദർ ഡീറ്റെയിൽസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് കൊടുക്കണമെങ്കിൽ അതും ചെയ്യാം. എന്നിട്ട് സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഈ കാൽക്കുലേഷനിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അത് അവർ എൻ്റർ ചെയ്തോളും. പിന്നെ വരുന്ന അതിൻ്റെ നമ്മൾ എന്താ പറയുക, അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് എങ്ങനെയാണ് ആ കണക്കുകൾ നോക്കുന്ന ഒരു രീതി ഇതാണ്. നിങ്ങൾക്ക് ആ മന്ത്ലി എക്സ്പെൻസസ് എന്തായി എന്നുള്ളത് കൃത്യമായിട്ട് നോക്കാം. ഓരോ കാറ്റഗറിയിൽ എത്ര വീതം ചിലവാക്കി എന്നുള്ളതും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇത് സബ് കാറ്റഗറീസ് ഡീറ്റെയിൽസോട്ട് വരും. ഇപ്പോൾ ഞാൻ ഫുഡ് എന്നുള്ള ഇതിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ മാസം ഫുഡിൽ ഓരോ ഐറ്റംസിന് എന്തൊക്കെയാണ് ചിലവാക്കിയെന്നുള്ളതിൻ്റെ കണക്ക് ഇവിടെ കൃത്യമായിട്ടുണ്ട്. ഡ്രിങ്ക് കണ്ട് തെറ്റിദ്ധരിക്കരുത്, ജ്യൂസും പെപ്സിയൊക്കെയാണ്, വേറൊന്നുമല്ല. അപ്പോൾ അങ്ങനെ പിന്നെ അങ്ങനെ ഓരോന്നോരോന്ന് ഇതിൻ്റെ അകത്ത് കൊടുക്കുക, കറക്റ്റായിട്ട് എന്തൊക്കെയാണ് എന്തിനുള്ളതെന്നുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് ഈ ആപ്പിലെ ബഡ്ജറ്റിംഗ് സെക്ഷൻ. ഇത് നമുക്ക് ബഡ്ജറ്റ് ഇതിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്ത് തരാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മന്ത്ലി ബഡ്ജറ്റിൽ ഓരോ കാറ്റഗറിക്കും എത്ര വരെ സ്പെൻഡ് ചെയ്യാം എന്നുള്ള ബഡ്ജറ്റ് ഇതിൻ്റെ അകത്ത് ഓൾറെഡി സെറ്റ് ചെയ്ത് തരാൻ പറ്റും. എന്നിട്ട് ആ ബഡ്ജറ്റിംഗ് വിൻഡോയിൽ കയറുമ്പോഴത്തേക്കും അത് കാണിക്കും, ഓക്കെ ഈ ഐറ്റത്തിൽ നിങ്ങൾ ഇതുവരെ ഇത്ര സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു, ഇനി 14 days റിമൈനിങ് ആണ്, ഇത്ര എമൗണ്ട് ഇനി ബാക്കിയുള്ളൂ, അപ്പോൾ നിങ്ങൾക്ക് പെർ ഡേ ഇത്ര സ്പെൻഡ് ചെയ്യാം. ഇത്രയും ഡീറ്റെയിൽഡ് കാൽക്കുലേഷൻ നമ്മളിരുന്ന് ചെയ്യില്ല ഒരിക്കലും, അത് ഓർത്ത് വെച്ചോ. അതാണ് ഞാൻ ഈ ആപ്സിനും ടൂൾസിനും ഇത്രയും ഞാൻ റെക്കമെൻഡ് ചെയ്യാനുള്ള കാര്യം ഇതാണ്. കാരണം ഇങ്ങനത്തെ കാൽക്കുലേഷൻസ് നമ്മൾ ചെയ്യില്ല. നമ്മൾ മാക്സിമം ചെയ്യുന്നത് ആ സിമ്പിൾ ബഡ്ജറ്റ് പോലെ എഴുതി കൂട്ടുന്നല്ലാതെ ഒന്നും ചെയ്യില്ല. അപ്പോൾ ഇതാകുമ്പോഴത്തേക്കും ഫുൾ ഡീറ്റെയിൽ ആണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ബഡ്ജറ്റ് സെക്ഷൻ ഓരോ ദിവസം വൈകുന്നേരം എടുത്ത് ഈ ബഡ്ജറ്റിംഗ് പേജ് അങ്ങോട്ട് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എത്ര സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, ഇനി എത്ര സ്പെൻഡ് ചെയ്യാൻ ബാക്കിയുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇതിനകത്ത് കാണാൻ പറ്റും. പിന്നെ ഉള്ള ടൂൾസ് എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് എക്സൽ ആണ്. സോഫ്റ്റ്വെയർസ് വിൻഡോസിൽ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആയിട്ട് എക്സ്പെൻസസിൻ്റെ എനിക്ക് വലിയ പിടുത്തമില്ല. കാരണം ഞാൻ ഫോണിലെ ആപ്സും ഇതുപോലെ എക്സലുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലാപ്ടോപ്പിൽ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ എക്സൽ യൂസ് ചെയ്യുക. അപ്പോൾ ഇത് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത എക്സലാണ് ബഡ്ജറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാം. ഇതിപ്പോൾ റെക്കറിങ് എക്സ്പെൻസസിൻ്റെയാണ് ഞാൻ എൻ്റർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ റെൻറ്റ് എന്താ പറയുക, എത്ര നാൾ വരെ ഈ റെൻറ്റ് തുടരും, ഇപ്പോൾ റെൻറ്റ് എമൗണ്ട് ഇത്രയാണ്, മന്ത്ലിയാണ് പേ ചെയ്യുന്നത്. TFSA എന്ന് പറഞ്ഞാൽ എൻ്റെ സേവിങ് ആണ്. ഞാൻ നേരത്തെ TFSAയുടെ കാര്യം പറഞ്ഞിരുന്നു. അപ്പം ആ സേവിങ് ഇത്ര അത്രയും ഈ വർഷം ഡേറ്റ് വരെ ഇത്ര വെച്ച് ബൈ വീക്കിലിയാണ് പേ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ലിസ്റ്റ് ഉണ്ടാവും. അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞു ലോങ് ഇൻ്റർവെൽ സേവിങ്സ് എന്ന് പറഞ്ഞു, ലോങ് ഇൻ്റർവെൽ എക്സ്പെൻസസ് എന്ന് പറഞ്ഞു. അപ്പോൾ ലോങ് ഇൻ്റർവെൽ എക്സ്പെൻസസിൻ്റെ കാര്യമാണ് ഇത്. ഇപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് ഇത്ര അടയ്ക്കണം ഒരു വർഷത്തിൽ, സോ റെക്കറിങ് എമൗണ്ട് പേ പീരീഡിൽ ഓരോ പേ പീരീഡിലും ഇത്ര വെച്ച് വരും. അതുപോലെ സബ്സ്ക്രിപ്ഷൻസ്, ഇപ്പം നെറ്റ്ഫ്ലിക്സ്, പ്രൈം, എന്താ പറയുക ഗൂഗിൾ വൺ, ആപ്പിൾ ക്ലൗഡ്, അങ്ങനെയുള്ള സബ്സ്ക്രിപ്ഷൻസ് വർഷത്തിൽ ടോട്ടൽ ഇത്ര വരും എല്ലാം കൂടെ. സോ പിന്നെ ഒരു കാര്യം ഇപ്പോഴേ പറഞ്ഞേക്കാം, ഇത് ആക്ച്വൽ നമ്പേഴ്സ് അല്ല, ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്തതാണ്, തെറ്റിദ്ധരിക്കരുത്. ഫീസ് എന്താ പറയുക ഒരു 6 മാസം കൂടുമ്പോൾ 6000 വരും എന്നാൽ അതിൻ്റെ അർത്ഥം അപ്പോൾ ഓരോ പേ പീരീഡിലും ഇത്ര വെച്ച് വരുന്നു എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അപ്പോൾ അത് എക്സൽ ആകുമ്പോൾ എളുപ്പമാണ്. നമുക്ക് ജസ്റ്റ് ഇൻപുട്ട് മതി, ജസ്റ്റ് കാര്യം കൊടുത്ത് അമൗണ്ട് കൊടുത്ത് പേ പീരീഡ് എത്ര എന്നുള്ളത് നമ്മൾ നേരത്തെ അവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. സോ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് അവിടെ ഡിവൈഡ് ചെയ്ത് നമ്പർ അവിടെ കാണിക്കും. ഇത് നമ്മളെ നമ്മുടെ ബഡ്ജറ്റിംഗ് കാൽക്കുലേഷനിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ സംഭവം കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ കുറച്ചുകൂടെ അതിൻ്റെ വേറൊരു ഷീറ്റാണിത്. ആ നേരത്തെ കാണിച്ച ലിസ്റ്റിൽ നിന്നുള്ള ഡേറ്റ ഇതിലോട്ടാണ് വരുന്നത്, ഈ മെയിൻ ഷീറ്റിലേക്ക് വരും. അപ്പോൾ ഇതിൽ കാണിച്ചിട്ടുണ്ടോ ഈ പേ പീരീഡ്, നമ്മുടെ എന്താ പറയുക കറണ്ട് പേ പീരീഡ് 8, പ്രീവിയസ് പേ പീരീഡ് 7. അപ്പോൾ പേ ഫ്രീക്വൻസി ബൈ വീക്കിലിയാണ് പേ വരുന്നത്. പേ വന്നത് ഇതാണ്, നെക്സ്റ്റ് പേ വരാൻ പോകുന്ന ഡേറ്റ് ഇതാണ്. അപ്പോൾ ഈ ഡേറ്റ് റേഞ്ചിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളതെന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ സാലറി എമൗണ്ട് ഇത്രയാണ്. അതർ ഇൻകം എന്ന് ഉദ്ദേശിക്കുന്നത് പ്രീവിയസ് മന്ത് ബാലൻസ് ഇങ്ങോട്ട് വന്നത്. അതുപോലെ വേറെ എന്തെങ്കിലും ഇൻകം ഉണ്ടെങ്കിൽ അതാത് ഇൻകം വരുമ്പോൾ, അപ്പോൾ നിങ്ങൾക്ക് റെൻ്റൽ ഇൻകം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ റെൻ്റൽ ഇൻകം ഇതിനകത്ത് വരാം. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സൈഡ് ബിസിനസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സൈഡ് ബിസിനസ്സിൻ്റെ ഇൻകം, ഇതെല്ലാം ഈ ടേബിൾ എൻ്റർ ചെയ്യുക. റെക്കറിംഗ് ആയിട്ടുള്ള എക്സ്പെൻസസ് എല്ലാം ഇവിടെ ഓട്ടോമാറ്റിക്കലി ജനറേറ്റഡ് ആവും. കാരണം നമ്മൾ ആ ഷീറ്റിൽ ഓൾറെഡി അത് എൻ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഡേറ്റും ഉണ്ടല്ലോ, അവർക്കറിയാം ഇന്ന ഡേറ്റ് വരെ പോകണം. അപ്പോൾ ബൈ വീക്ക്ലി ആണെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ വരും, മന്ത്ലി ആണെങ്കിൽ ഓരോ മാസവും വരും എന്നുള്ളത് വെച്ച് കൃത്യമായിട്ട് ഇതിവിടെ ഡിവൈഡ് ചെയ്ത് വരും. അപ്പോൾ ഈ എക്സ്പെൻസസ് ഓരോ മാസവും ഓരോ ഈ പേ പീരീഡിൽ ഏതൊക്കെ വരും എന്നുള്ളത്, അങ്ങനെ അതെല്ലാം വരും. അപ്പോൾ ഈ കാൽക്കുലേഷൻ വെച്ചിട്ട് അവസാനം ഇവിടെ കാണിക്കുന്നുണ്ടോ അവൈലബിൾ ഇത്ര. ഈ അവൈലബിൾ ആണ് നമ്മുടെ വാണ്ട്സിന് യൂസ് ചെയ്യാനുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? ഫുൾ എക്സ്പെൻസസ് കണക്കാക്കി അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത എക്സ്പെൻസസ്, സേവിങ്സ്, അടുത്ത ആഴ്ചത്തേക്കുള്ളത് ഉൾപ്പെടെ. ഇവിടെ 4 നെക്സ്റ്റ് വീക്ക് എന്ന് എഴുതിയിരിക്കുന്നുണ്ട്. ഈ 4 നെക്സ്റ്റ് വീക്ക് എന്നുള്ളത് ഇത് പോസിറ്റീവ് നമ്പർ ആയതുകൊണ്ട് കുഴപ്പമില്ല, കാരണം അടുത്ത ആഴ്ച എക്സ്ട്രാ ഒന്നും വരുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ എടുത്ത എക്സാമ്പിൾ ഷീറ്റ് മാറിപ്പോൾ ഞാൻ മറ്റേ സ്പ്രെഡ് ഷീറ്റ് കാണിക്കുമ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് കാണിക്കാം.
നെക്സ്റ്റ് വീക്ക് എത്ര എക്സ്പെൻസ്, നെക്സ്റ്റ് വീക്കിലേക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് പേ പീരീഡിലേക്ക് എത്ര സേവ് ചെയ്ത് മാറ്റി വെക്കണം എന്നുൾപ്പെടെയാണ് ഇത് കണക്കാക്കുന്നത്. അതായത് 2 പേ പീരീഡ് മുന്നിലേക്ക് കണക്കാക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം നമുക്ക് അടുത്ത എക്സ്പെൻസ് പേ പീരീഡിലേക്കും ചിലപ്പം എക്സ്ട്രാ ചിലപ്പോൾ അമൗണ്ട് വേണ്ടി വരുമായിരിക്കാം, അതും കൂടെ നമ്മൾ ഇപ്പോഴേ കണക്കാക്കണം. അപ്പോൾ അങ്ങനെ എല്ലാം കണക്കാക്കി ബാക്കി അവൈലബിൾ ഇത്ര. അപ്പോൾ ഈ അവൈലബിൾ എന്ന് കിടക്കുന്നതാണ് നമ്മുടെ ഫ്ലെക്സിബിലിറ്റി, നമുക്ക് കൺട്രോളബിൾ, നമ്മുടെ വാൺസിൽ ആയിട്ട് വരുന്ന കാര്യം. ഈ എമൗണ്ട് വേണം നമുക്ക് ചിലവാക്കാൻ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഓക്കെ അറിയാം ഇത്രയാണ് നമുക്ക് ഈ ആഴ്ച അല്ലെങ്കിൽ ഈ പേ പീരീഡിൽ എക്സ്ട്രാ ചിലവാക്കാൻ കയ്യിലുള്ളത്, ഇതേ നമ്മൾ ചിലവാക്കാവൂ, ഈ എഴുതിയിരിക്കുന്ന അല്ലാതെ ചിലവാക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ ഓരോ എക്സ്പെൻസ് വരുമ്പോഴും ഇപ്പോൾ നമ്മൾ പറഞ്ഞു $185 നമുക്ക് ഈ പേ പീരീഡിൽ എക്സ്ട്രാ ഉപയോഗിക്കാനുണ്ട്. നമ്മൾ ഒരു ദിവസം പുറത്ത് പോയി $25 പുറത്തുനിന്ന് ഫുഡ് കഴിച്ചു, തിരിച്ചു വന്നിട്ട് അന്ന് വൈകുന്നേരം തന്നെ ഇവിടെ അതർ എക്സ്പെൻസസിൽ അതങ്ങോട്ട് എൻ്റർ ചെയ്യുക. അതായത് അതിൽ നിന്ന് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞു, പിന്നെ ബാക്കി എത്ര ഉണ്ടെന്ന് ഇവിടെ കാണിക്കും. അങ്ങനെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അറിയാം ഓക്കെ അമൗണ്ട് ഇത്ര ബാക്കിയുണ്ട്, ഇത്ര കാര്യങ്ങളുണ്ട്, ഇങ്ങനെ ചിലവാക്കിയാൽ ബാക്കി ഒഴിക്കാം, എല്ലാം ഓക്കെ. അപ്പോൾ അങ്ങനെ ചിലവാക്കി എല്ലാം വരുമ്പോഴത്തേക്കും പിന്നെയും ഈ പേ പീരീഡ് കഴിഞ്ഞപ്പോഴും ലെറ്റ്സ് സേ നിങ്ങൾക്ക് അതിനകത്ത് ഒരു $30 ബാക്കിയുണ്ട്, നേരത്തെ പറഞ്ഞ അൺപ്രഡിക്റ്റബിൾ എക്സ്പെൻസസിലേക്ക് ആ $30 അങ്ങ് മാറ്റി വയ്ക്കുക. കണക്ക് എല്ലാം ക്ലിയറാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഈ എക്സലിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ക്രിയേറ്റിംഗ് എ ബഡ്ജറ്റ്, ഇതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ്, ഞാനൊന്ന് സമ്മറി പോലെ പറയുന്നതാണ്. ആദ്യം ചെയ്യേണ്ടത് ക്വാണ്ടിഫിക്കേഷൻ. ഒരു പേപ്പർ എടുക്കുക, പേപ്പർ മേനെ എടുത്തിരുന്ന് എഴുതി വെക്കുക ലിസ്റ്റായിട്ട്. ലിസ്റ്റ് എഴുതുമ്പോൾ എല്ലാം എഴുതുക. അതായത് നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ ചിലവാകാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും, അത് ആഴ്ചയ്ക്കാവാം, ദിവസമാവാം, മാസമാവാം, വർഷമാവാം, എന്തും ആവാം, ഫുൾ എഴുതുക. കൃത്യമായിട്ട് അമൗണ്ടും എന്താണെന്ന് എഴുതുക, അമൗണ്ട് എഴുതുക, അത് എത്ര നാൾ കൂടുമ്പോഴാണെന്ന് എഴുതുക. എന്നിട്ട് ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, സേവിങ്സും ഫിനാൻഷ്യൽ ഗോൾസും ഉൾപ്പെടുത്താൻ മറക്കരുത്, അതും എഴുതണം. അത് എഴുതിയില്ലെങ്കിൽ നമ്മൾ ബഡ്ജറ്റിൽ അത് കണക്കാക്കില്ല. സേവിങ്സ് കഴിഞ്ഞ് എക്സ്പെൻസ് വരാവും. നമ്മുടെ ഫസ്റ്റ് സെഷനിൽ ഞാൻ 5-6 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞൊരു പോയിന്റാണ്, അത് മറക്കരുത്, വളരെ പ്രധാനമാണ്. സേവിങ്സ് ആദ്യം, അത് കഴിഞ്ഞ് എക്സ്പെൻസ്, അങ്ങനെ ചെയ്യാവും. അപ്പോൾ ഇതെല്ലാം ലിസ്റ്റ് ആക്കുക. അതായത് വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട, വെറുതെ ഇരുന്ന് എഴുതുക ലിസ്റ്റ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഓരോ ഐറ്റം എന്താണ്, അമൗണ്ട് എത്രയാണ്, ഫ്രീക്വൻസി ഓഫ് പേയ്മെൻറ്റ് ലിസ്റ്റായിട്ട് എഴുതി വയ്ക്കുക. സെക്കൻഡ് സ്റ്റെപ്പാണ് അലോക്കേഷൻ. ഇത് ബഡ്ജറ്റ് പീരീഡിലേക്ക് അലോക്കേറ്റ് ചെയ്യുന്ന സ്റ്റെപ്പാണ് രണ്ടാമത്തത്. ഇവിടെയാണ് എന്താ പറയുക, ഷോർട്ട് ഇൻ്റർവൽ സംഭവങ്ങൾ നമുക്ക് റെക്കറിംഗ് ആയിട്ട് ഇടാൻ പറ്റും. ലോങ് ഇൻ്റർവൽ സംഭവങ്ങൾ ഈ പറഞ്ഞ പേ പീരീഡ്സിൻ്റെ നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്ത്, ലെറ്റ്സ് നേരത്തെ പറഞ്ഞ 12,000 പെർ ഇയർ, മാസത്തിൽ ആണ് പേ പീരീഡ്, അപ്പോൾ 12,000 ബൈ 12 മാസം ഈക്വൽ ടു 1000 പെർ മന്ത്. അപ്പോൾ അങ്ങനെ ആ അലോക്കേഷൻ ചെയ്യണം. വേരിയബിൾ എക്സ്പെൻസസിനെ ആവറേജ് ഔട്ട് ചെയ്തിട്ട് റൗണ്ട് അപ്പ് ചെയ്യുക. കൃത്യമായിട്ട് ഡേറ്റ് ഇടുക, ഇന്ന ഡേറ്റുകളിലാണ് ഈ എക്സ്പെൻസസ് വരുന്നത്, ആ ഡേറ്റുകൾ ഇടുക. എന്നിട്ട് ആ ഡേറ്റ് വരുന്ന പേ പീരീഡ്സിലേക്ക് ഇതിനെ അലോക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ലിസ്റ്റ് കറക്റ്റായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു മാസത്തെ ബഡ്ജറ്റ് ഉണ്ടാക്കുമ്പോൾ ആ മാസത്തെ ഡേറ്റിൻ്റെ ഉള്ളിൽ വരുന്നതിനെല്ലാം അതിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്യുക. പിന്നെ ഷോർട്ട് ഇൻ്റർവൽ ഐറ്റംസ് എന്തെങ്കിലും ഫ്യൂച്ചറിൽ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. കാരണം നമ്മൾ ലോങ് ഇൻ്റർവലിൽ ഇമ്പോർട്ടൻസ് കൊടുക്കും, നമ്മുടെ ഓരോ കൃത്യം എല്ലാ മാസവും വരുന്നത് നമ്മൾ ശ്രദ്ധിക്കും. പക്ഷേ 2 മാസം കൂടുമ്പോൾ വരുന്നത്, 1.5 മാസം കൂടുമ്പോൾ വരുന്നതെന്ന് നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കില്ല. അത് വിട്ടുപോയിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തുക. ചിലപ്പോൾ അത് നമ്മുടെ ഈ മാസം ഉണ്ടാവില്ല, അടുത്ത മാസം ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ ആ അടുത്ത മാസം വരുന്നതും കൂടെ നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ചെയ്യാൻ. ഉദാഹരണത്തിന് ഇപ്പം നിങ്ങൾക്ക് 25,000 രൂപ ഇൻകം ഉണ്ട്, ഈ മാസത്തെ ചിലവ് 24,000 രൂപ, ഓക്കെ കറക്റ്റ് എല്ലാം ഓക്കെ, 1000 രൂപ ബാക്കി. പക്ഷേ അടുത്ത മാസം ചിലപ്പോൾ ഒരു 2,000-ൻ്റെയോ 3,000-ൻ്റെയോ എക്സ്പെൻസ് വേറെ കിടപ്പുണ്ടാവും, ഈ മാസം ഇല്ലാതിരുന്നത്. അപ്പോൾ അതും കൂടെ നമ്മൾ മനസ്സിലുണ്ടാവണം. അതിനും കൂടെ കണക്കാക്കി ഈ 1000 അങ്ങ് ചിലവാക്കി കളയരുത്, അത് അടുത്ത മാസത്തേക്ക് ഉപയോഗിക്കേണ്ടി വരും എന്നുള്ളൊരു കണക്കിൽ ചെയ്യുക. മൂന്നാമത്തെ വരുന്നത് കാൽക്കുലേഷൻ. ഇവിടെയാണ് നമ്മൾ ഇന്ന് എല്ലാത്തിൻ്റെയും ടോട്ടൽസ് നോക്കുക. എക്സ്പെൻസ് ഇത്ര, ഇൻകം ഇത്ര, എല്ലാം കൂടെ നോക്കി ഫ്യൂച്ചർ ഇതിൻ്റെ കാര്യങ്ങളും കൂടെ കണക്കാക്കിയിട്ട് ഫ്യൂച്ചറിലത്തെ കൂടെ എക്സ്പെൻസ് കണക്കാക്കി ഇൻകം മൈനസ് എക്സ്പെൻസ് എത്ര ബാക്കി വരും. അതാണ് ഞാൻ നേരത്തെ എക്സലിൽ കാണിച്ച $184 എന്ന് കാണിച്ച ആ ഒരു സെക്ഷൻ. ബാക്കി ഇതെല്ലാം കഴിഞ്ഞ്, അതായത് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തതെല്ലാം കണക്കാക്കി അടുത്ത ആഴ്ചത്തേക്കുള്ളതും കൂടെ മനസ്സിൽ കണക്ക് കൂട്ടിയതിന് ശേഷം ബാക്കി വരുന്നത് നിങ്ങളുടെ വാൺസിന്, ലക്ഷറി. ഇത്രയും കഷ്ടപ്പെട്ട് ബഡ്ജറ്റ് ഉണ്ടാക്കിയതല്ലേ, ആ കാശ് കൊണ്ടുപോയി അടിച്ചു പൊളിച്ചോ. സെഗ്രിഗേഷൻ ആൻഡ് ഓട്ടോമേഷൻ, ഇത് ഒരു പ്രധാനപ്പെട്ട സെക്ഷനാണ്. ഇതിനാണ് നമ്മൾ ആപ്പും ആപ്പും അങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ ടൈപ്പ് ഓഫ് എക്സ്പെൻസസിനും വേണ്ടി പ്രത്യേകം ഒരു ബക്കറ്റ് ഉണ്ടാക്കുക എന്നാണ് അതിന് ജനറലി പറയുന്നത്. പക്ഷേ ശരിക്കും നമ്മൾ ചെയ്യുന്നത്, ഇപ്പം നിങ്ങൾക്ക് സീറോ ബാലൻസ് അക്കൗണ്ട്സ് എടുക്കാൻ പറ്റുമെങ്കിൽ, മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് എടുക്കാൻ പറ്റുമെങ്കിൽ, നിങ്ങളുടെ ഈ ഓരോ ടൈപ്പ് ഓഫ് എക്സ്പെൻസസിനെയും ഓരോ അക്കൗണ്ടുകളിലേക്ക് മാറ്റണം. പണ്ടൊക്കെ ചെയ്തിരുന്നത് അതിനെ എന്താ പറയുക, ഓരോ എൻവലപ്പിലാക്കി ഇടുക. ക്യാഷായിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത് അതിനെ ഓരോ എൻവലപ്സ് ആക്കി ഇടുക എന്ന് പറയും.
ഇപ്പം റെൻറ്റിന് വേണ്ടി ഒരു കവർ, എന്നിട്ട് അത് കവറിലാക്കി റെൻ്റ് എന്ന് എഴുതി വെക്കും, അത് വേറൊന്നിനും ഉപയോഗിക്കില്ല. അതുപോലെ ഫോൺ ബില്ല് അങ്ങനത്തെ ബില്ലുകൾക്ക് വേണ്ടിയിട്ട് അതും കറക്റ്റ് എമൗണ്ട് കണക്കാക്കി അതിലും ബിൽസ് എന്ന് എഴുതി മാറ്റി വയ്ക്കും. പേഴ്സണൽ എക്സ്പെൻസസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ലക്ഷറി പുറത്തുനിന്ന് കഴിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വാൺസിന് വേണ്ടിയിട്ട് അതൊരു കവറാക്കി വയ്ക്കും. ചിലവ് അതിൻ്റെ ഉള്ളിൽ നിർത്തും. അപ്പോൾ നമുക്കത് ചെയ്യുമ്പോൾ അറിയാം, ഓക്കെ ഇതിൽ നിന്ന് ഇത്ര എടുത്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ഇനി ഇതും കൂടെ ഇതിൻ്റെ അകത്തുള്ളൂ, വേറെ കവർ അതിനുള്ളതല്ല. അപ്പം അങ്ങനെ സെപ്പറേറ്റ് ചെയ്യുക. ഇപ്പോഴത്തെ കാലത്ത് അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അക്കൗണ്ട്സിലാണ്. ക്യാഷ് ആയിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. ഡിജിറ്റൽ പേയ്മെൻറ്റ്സ് ഒഴിവാക്കിയാൽ അത്രയും നല്ലത്. കാരണം അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഡിസിപ്ലിൻഡ് ആയിരിക്കണം. നിങ്ങൾ ഓരോ ഡിജിറ്റൽ പേയ്മെൻറ്റ് നിങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ അമൗണ്ട് ഉണ്ടെങ്കിൽ ഓക്കെയാണ്. എന്നിട്ട് പേയ്മെൻറ്റ് കഴിയുമ്പോൾ ബാലൻസ് ഒന്ന് നോക്കുക, ഓക്കെ ഇത്ര ബാലൻസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അക്കൗണ്ട്സിൽ തന്നെ ചെയ്യുക, പല അക്കൗണ്ട്സ്. ഇപ്പം ഓട്ടോ ഡെബിറ്റ് ആയിട്ട് പോകുന്ന പേയ്മെൻറ്റ്സിനെല്ലാം കൂടെ ഒരു അക്കൗണ്ട്, അതായത് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് അവർ എടുത്തോളും, ഒന്നും നിങ്ങൾക്ക് ഉറപ്പുള്ളതാണെങ്കിൽ അതിനെല്ലാം കൂടെ ഒരു അക്കൗണ്ട് വയ്ക്കുക. അപ്പോൾ അതിൽ നിന്ന് കൃത്യമായിട്ട് പൊക്കോളും. മാസം തുടങ്ങുമ്പോൾ ഈ ബഡ്ജറ്റ് അനുസരിച്ച് ഇത്ര അമൗണ്ട് ഈ അക്കൗണ്ടിലേക്കാണ് പോകേണ്ടത്, അതിലേക്ക് ഓട്ടോ ട്രാൻസ്ഫർ ചെയ്യുക, അവിടെ നിന്ന് അത് പൊക്കോളും. അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റിൽ ഈ പറഞ്ഞ ഫിക്സ്ഡ് റെക്കറിങ് അമൗണ്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഓട്ടോ ട്രാൻസ്ഫർ ആയിട്ട് തന്നെ സെറ്റ് ചെയ്ത് വിടാം. നിങ്ങൾ എല്ലാ മാസവും അത് ചെയ്യണമെന്നില്ല. ആ മാസം ശമ്പളം വരുന്ന പിറ്റേ ദിവസം കറക്റ്റ് ഈ അക്കൗണ്ട്സിലോട്ട് അത് മാറ്റി ഇട്ടിരിക്കും. നിങ്ങളുടെ ലക്ഷറി സേവിങ്സിന് വേണ്ടി നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു അക്കൗണ്ട് ഉണ്ടാവും, ലക്ഷറിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അക്കൗണ്ട്. ആ അക്കൗണ്ടിലും അതിനുള്ള അമൗണ്ട് മാത്രം വരുന്ന രീതിയിൽ നിങ്ങൾക്ക് തന്നെ ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇത് ഒന്നുകിൽ ഓട്ടോ ഡെബിറ്റ് ആയിട്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ മാനുവലി അത് ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ചെയ്തിടുക. നമ്മുടെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. നമുക്ക് തന്നെ റെസ്ട്രിക്ഷൻ വെക്കുകയാണ്. അതായത് എനിക്ക് ഓക്കെ ഈ മാസം ഇന്നത്ര ചിലവാക്കാവൂ, അത് ഈ അക്കൗണ്ടിൽ നിന്നാണ്, ബാക്കി അക്കൗണ്ടിലുള്ളതൊന്നും ഞാൻ തൊടുന്നില്ല. അപ്പോൾ സേവിങ്സിന് ഒരു അക്കൗണ്ട്, റെക്കറിങ് ഡെപ്പോസിറ്റ്സിന് ഒരു അക്കൗണ്ട്, അതുപോലെ എന്തൊക്കെ ടൈപ്സ് ഉണ്ടോ അതിനെല്ലാം വേറെ വേറെ. ഫൈനലി നമുക്ക് അല്ലാതെ സ്പെൻഡ് ചെയ്യാനുള്ളത് ഒരു അക്കൗണ്ട്. ആ അക്കൗണ്ടിന് പകരം നിങ്ങളത് ക്യാഷ് ആയിട്ടാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അതിന് ലിമിറ്റ് ചെയ്യാനും പറ്റും. പിന്നെ ഉള്ളത് ഇവാലുവേഷൻ. ഈ ഇവാലുവേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് ഒരു വൺ ടൈം പ്രോസസ്സ് അല്ല. ഓരോ തവണ സ്പെൻഡ് ചെയ്യുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ പറയുന്ന ലിമിറ്റ് ക്രോസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. ആക്ച്വൽ സ്പെൻഡ് ചെയ്തതും ബഡ്ജറ്റുമായിട്ട് എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ എന്ന് അനലൈസ് ചെയ്യണം. എന്നിട്ട് അടുത്ത തവണ ചെയ്യുമ്പോൾ അതിനെ ഇമ്പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇവാലുവേഷൻ. അപ്പോൾ ഈ 5 കാര്യങ്ങൾ ഓർത്തിരിക്കുക: ക്വാണ്ടിഫിക്കേഷൻ, അലോക്കേഷൻ, കാൽക്കുലേഷൻ, സെഗ്രിഗേഷൻ ആൻഡ് ഓട്ടോമേഷൻ, ഇവാലുവേഷൻ. മൊത്തത്തിൽ 6 എണ്ണം ഉണ്ട്. അപ്പോൾ ഇത്രയും സംഭവങ്ങളുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു ബേസിക് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. മറ്റേ ഇതൊന്ന് ഓർത്തിരിക്കുക. ഇഫ് യു ഫെയിൽ ടു പ്ലാൻ യു ആർ പ്ലാനിങ് ടു ഫെയിൽ. ഇതും ഒരു വളരെ പ്രധാനപ്പെട്ട, എനിക്ക് സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയ ഒരു സേയിങ് ആണ്. നമ്മൾ പലപ്പോഴും സംഭവിക്കുന്ന ഇത് തന്നെയാണ്. ഇതാണ് ഞാൻ തുടക്കത്തിലും പറഞ്ഞത്, നമ്മുടെ ബഡ്ജറ്റ് ഉണ്ടാക്കാതിരുന്നാൽ സംഭവിക്കുന്നത് എന്താണെന്നുള്ളത്. ഞാൻ ആ സ്പ്രെഡ്ഷീറ്റ് ഒന്ന് കാണിക്കട്ടെ. ടൈം ഉണ്ടോ നമുക്ക് ചെയ്യാനായിട്ട്? ഓക്കെ, അപ്പോൾ ഞാൻ ആ സ്പ്രെഡ്ഷീറ്റ് ഒന്ന് കാണിക്കാം, ഒരു മിനിറ്റ്. ഓക്കെ, സോ ഇതാണ് ആ ഒരു എക്സൽ സ്പ്രെഡ്ഷീറ്റ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഉണ്ടോ, ഇപ്പോൾ റെക്കറിങ് ഡെബിറ്റ് എന്ന് പറയും. ഇപ്പോൾ ഇത് അത്ര യൂസർ ഫ്രണ്ട്ലി അല്ല, കാരണം ഇത് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നതാണ്. ഇത് ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്. ആളുകൾ ഇത് ആവശ്യമുണ്ടെന്ന് പറയുന്നവർക്ക് ഞാൻ ചെന്ന് ബഡ്ജറ്റിംഗ് കൺസൾട്ടേഷൻ ചെയ്യുന്നുണ്ട്. അവർക്ക് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തിട്ട് എങ്ങനെയാണെന്നുള്ളത് അവരുടെ റെക്കറിങ് ഡെപ്പോസിറ്റ്സ് ഒക്കെ ഇതിൽ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് റെക്കറിങ് ഡെപ്പോസിറ്റ് വരുന്നത്. ഓരോ എക്സ്പെൻസ് എന്തൊക്കെയാണെന്നുള്ളത്, അത് എന്ന് വരെ ഉണ്ടെന്നുള്ളതും, അതിന് അമൗണ്ട് എത്രയാണ്, പേയ്മെൻറ്റ് അമൗണ്ട് എത്രയാണ്, അത് ഫ്രീക്വൻസി എങ്ങനെ, മന്ത്ലി, ബൈ വീക്ക്ലി പേയ്മെൻറ്റ് വരുന്നത് എങ്ങനെ, 4 ആഴ്ച കൂടുമ്പോൾ, അങ്ങനെയൊക്കെയുള്ള കാറ്റഗറീസ് ഇവിടെ കൊടുക്കും. എന്നിട്ട് അവസാനം, അതായത് ബഡ്ജറ്റ് തുടങ്ങുമ്പോൾ ഉള്ള ഡേറ്റ് ആണിത്. ബഡ്ജറ്റ് തുടങ്ങുമ്പോൾ നമ്മളത് അവസാനം പേ ചെയ്തത് എന്നാന്നുള്ളത് കൊടുക്കുക. ബാക്കി അതിവിടെ ഓട്ടോ പോപ്പുലേറ്റ് ചെയ്തോളും ഈ ഫ്രീക്വൻസി അനുസരിച്ച്. അപ്പോൾ ഏതൊക്കെ ഡേറ്റിലാണ് പേയ്മെൻറ്റ് വരുന്നതെന്നുള്ളത്, പേയ്മെൻറ്റ് എവിടം വരെ ആയി എന്നുള്ളത്, അതാണ് ഈ ഗ്രേ കളറിൽ കാണുന്നത്. ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നത്. ഇത് മാത്രം എൻ്റർ ചെയ്താൽ മതി. ഇത്രയും വാല്യൂസ് നിങ്ങൾ എൻ്റർ ചെയ്താൽ മതി. ഇതും കൂടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ബാക്കി ഫുള്ള് അത് ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്തോളും. എന്നിട്ട് അതിനെ അവർ ഈ ബഡ്ജറ്റ് ടാബിലോട്ട് ഓട്ടോ പോപ്പുലേറ്റ് ചെയ്യും ഡേറ്റ് അനുസരിച്ച്. അവർ ചെക്ക് ചെയ്യുന്നത് ഈ ഡേറ്റ് ആണ്. അപ്പോൾ ഈ ഡേറ്റിൻ്റെ ഉള്ളിൽ ഇവിടെ നിന്ന് ഏതൊക്കെ വരും എന്നുള്ളത് കണക്കാക്കി ഈ ടേബിളിലേക്ക് അത് ഓട്ടോ പോപ്പുലേറ്റ് ചെയ്തോളും. അത് നിങ്ങളുടെ എക്സ്പെൻസസിൽ കാൽക്കുലേറ്റ് ചെയ്യും. എത്രയാണ് നിങ്ങളുടെ മന്ത്ലി അല്ലെങ്കിൽ ബൈ വീക്ക്ലി സാലറി, അതിവിടെ ആ ഫ്രീക്വൻസിയും കൊടുക്കുക. ബൈ വീക്ക്ലി ആണെങ്കിൽ ബൈ വീക്ക്ലി, മന്ത്ലി ആണെങ്കിൽ മന്ത്ലി, എങ്ങനെയാണ് പേയ്മെൻറ്റ് വരുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് കൊടുക്കുക. എന്നിട്ട് ബാക്കി ഡീറ്റെയിൽസ് ഇത് ഓട്ടോ പോപ്പുലേറ്റഡ് ആണ്, തനിയെ വരും. നിങ്ങൾ ആ പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ പെയ്ഡ് ഒന്ന് മാനുവലി എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ ഈ റെക്കറിങ്ങിൽ വരാത്ത വാല്യൂസ് എല്ലാം ഇവിടെ കൊടുക്കുക, എൻ്റർ ചെയ്യുക. ഇപ്പം ക്രെഡിറ്റ് കാർഡിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നുണ്ടാവാം, ഗ്രോസറീസ് വാങ്ങിച്ചതുണ്ടാവാം, പെട്രോൾ അടിച്ചുണ്ടാവാം, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവും. അത് എത്രയാണ് കൃത്യം പോയതെന്നുള്ളത് ഇവിടെ കൊടുക്കുക.
അതല്ല ഇവിടെ ഏതെങ്കിലും എക്സ്പെൻസസ് നിങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ വന്നു എന്നുണ്ടെങ്കിൽ ആ എക്സ്ട്രായും കൂടെ ഇവിടെ കൊടുക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഇത് എന്താ പറയുക, ഇപ്പോൾ നാട്ടിലേക്ക് അയക്കുന്ന എമൗണ്ട് എന്നുള്ളത് കാണിച്ചു, നാട്ടിലേക്ക് ഇപ്പം ഈ മാസം ഇത്തിരി കുറച്ച് കൂടുതൽ വേണ്ടി വരും എന്ന് പറഞ്ഞു. സോ അപ്പം ഇതിന് കൂടുതൽ വന്ന അമൗണ്ട് ഇവിടെ എൻ്റർ ചെയ്യുക, എക്സ്ട്രാ കൊടുക്കുക. പിന്നെ അതുപോലെ ബാക്കി ബാലൻസ് എത്ര അല്ല ഇൻകം എന്തൊക്കെയാണ് വരുന്നതെന്നുള്ളത് അത് കൊടുക്കുക. പിന്നെ ഇത് കണ്ടോ, ഫോർ നെക്സ്റ്റ് വീക്ക് എന്ന് പറഞ്ഞ് ഇവിടെ നെഗറ്റീവ് കിടക്കുന്നുണ്ടോ? ഈ നെഗറ്റീവ് കിടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത പേ പീരീഡിൽ കുറച്ച് എക്സ്ട്രാ എക്സ്പെൻസസ് വരും, ഇത്രയും കൂടെ വേണം എന്നുള്ളതാണ്. അത് ഇവിടെ ഓൾറെഡി ആ ടാബ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അത് നമ്മൾ കുറച്ച് നമുക്കറിയാവുന്ന എന്താ പറയുക എക്സ്പെക്ട് ചെയ്യുന്ന വാല്യൂസ് ഇവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. അതാണ് ഇവിടെ കാണിക്കുന്നത്. ഫോർ നെക്സ്റ്റ് വീക്ക് ഇത്രയും കൂടെ എക്സ്ട്രാ വേണം. അത് ഇവിടുത്തെ കാൽക്കുലേഷനിൽ അവർ കണക്കാക്കിയിട്ടുണ്ട്. അതും കഴിഞ്ഞ് ബാക്കി ഇത്ര എന്നുള്ളതാണ് ഇവിടെ കണ്ടത്. ഇത് നെഗറ്റീവാണ്. അപ്പോൾ ആ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? കാശ് തികയില്ല. അപ്പോൾ അതിന് വേറെ വഴി കണ്ടെത്തണം. അടുത്ത ആഴ്ച ഇതുപോലെ ചെയ്യും. ഈ ഡെക്കറൻറ്റ് ഡെപ്പോസിറ്റ്സ് എല്ലാം ഓട്ടോമാറ്റിക് വരും. ഇത് നമ്മൾ മാനുവലി എൻ്റർ ചെയ്യും, ഇൻകം എൻ്റർ ചെയ്യും. നെക്സ്റ്റ് വീക്ക് ഒരു $195 അടുത്ത ആഴ്ചത്തേക്ക് അടുത്ത പേ പീരീഡിലേക്ക് എക്സ്ട്രാ വേണം, അതും ഇവിടെ കണക്കാക്കും. അതും കഴിഞ്ഞ് ബാക്കി ഇത്രയുണ്ട് ഈ വീക്കിൽ എക്സ്ട്രാ നമ്മുടെ കയ്യിൽ. നമുക്ക് വേണമെങ്കിൽ അത് സ്പെൻഡ് ചെയ്യാം, ഇല്ലെങ്കിൽ അത് അവിടെ സേവ് ചെയ്യാം, അടുത്ത മാസത്തേക്ക് വേണമെങ്കിലും മാറ്റി വയ്ക്കാം. അപ്പോൾ ഇങ്ങനെ എക്സൽ ഉപയോഗിക്കുമ്പോൾ ഇത് മനസ്സിലായില്ലേ? നമ്മൾ ഇതിനകത്ത് ആകെ ചെയ്യുന്ന വാല്യൂസ് എന്താണ്? ഫസ്റ്റ് ഇതൊന്ന് ഇനിഷ്യലി സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാര്യം ചെയ്യും, ഇതും ചെയ്യും. ഇത്രയും നമ്മൾ ചെയ്യുള്ളൂ. ബാക്കി കാര്യമെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് കൃത്യമായിട്ട് കണക്ക് ഇവിടെ കാണിക്കും. നമുക്ക് ആ എമൗണ്ട് അവിടെ ഉണ്ട്. ഈ എമൗണ്ട് നമുക്ക് കൃത്യമായിട്ട്, അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ചിലവാക്കാം. നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ കണക്കുണ്ടാവും. ഓക്കെ, ഈ മാസം എനിക്ക് സ്പെൻഡ് ചെയ്യാൻ ഇത്രേ കയ്യിലുള്ളൂ, അല്ലെങ്കിൽ ഇത്രയും കയ്യിലുണ്ട്. അത് നമ്മൾ ഓരോ തവണ സ്പെൻഡ് ചെയ്യുമ്പോൾ ഇവിടെ വന്നിട്ട് അത് അങ്ങോട്ട് ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതിനനുസരിച്ച് ഇവിടുത്തെ എമൗണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്കറിയാം എപ്പോഴാണ് നിർത്തേണ്ടതെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ എപ്പോഴും പറഞ്ഞു, നെക്സ്റ്റ് വീക്കിൽ നിന്ന് കിടക്കുന്നത് ഓൾവേസ് 2 പേ പീരീഡ് എക്സ്ട്രാ ഇട്ടേക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പേ പീരീഡ് ഇതാണ്, ഈ പേ പീരീഡിലാണ് നിൽക്കുന്നത്. 2 ടാബ് എക്സ്ട്രാ ക്രിയേറ്റ് ചെയ്തിട്ടേക്കുക അടുത്ത 2 പേ പീരീഡിലേക്കുള്ളത്. എന്തിനാന്ന് മനസ്സിലായല്ലോ? എന്തിനാ? ഹലോ, പറഞ്ഞു. എന്തിനാ നമ്മൾ 2 പേ പീരീഡ് എക്സ്ട്രാ ഇടുന്നത്? കോളേജിൽ ക്ലാസ് എടുക്കുന്ന ഓർമ്മ വരുന്നു. മുഖം കാണുന്നില്ല. അൺപ്രഡിക്റ്റഡ് എക്സ്പെൻസസ്. അതെ, അൺപ്രഡിക്റ്റബിൾ എക്സ്പെൻസസും ഫ്യൂച്ചർ എക്സ്പെൻസസും ഒക്കെ കണക്കാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കണ്ടോ, ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാം. ഇതിപ്പോൾ ഈ പേ പീരീഡ് ആണ്. ഞാൻ ഇവിടെ ഈ അടുത്ത 2 പേ പീരീഡും കൂടെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ നെക്സ്റ്റ് വീക്ക് എന്നുള്ള സംഭവം കാണില്ല. ഇത് കണ്ടോ, ഈ നെക്സ്റ്റ് വീക്ക് ഇവിടെ അറിയില്ല. നമ്മളിത് മനസ്സിൽ കാണത്തില്ല. നമുക്കറിയില്ല അടുത്ത മാസം ഇത്രയും കൂടെ എക്സ്ട്രാ എക്സ്പെൻസസ് വരും എന്നുള്ളത്. അപ്പോൾ നമ്മളത് കണക്കാക്കിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇത് കണ്ടോ, ഇവിടെ ആകെ ഇത്രേ ബാലൻസ് ഉള്ളൂ, 1148. നമ്മൾ ഇത് കണക്കാക്കിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ച നമ്മുടെ കാശില്ല. നമ്മൾ ആ 1148 ചിലവാക്കും. ഈ പേ പീരീഡിൽ തന്നെ നമ്മൾ ചിലവാക്കി തീർക്കും. എന്നിട്ട് അടുത്ത ആഴ്ച ആകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത എക്സ്പെൻസസ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ അയ്യോ കാശ് കഴിയുന്നില്ല എന്ന് വരും. അപ്പോൾ അതിന് പകരം അതും കൂടെ കണക്കാക്കിയപ്പോൾ മനസ്സിലായി, ഓക്കെ അപ്പോൾ $55 ബാക്കിയുള്ളൂ. അപ്പോൾ നമുക്ക് 55 ചിലവ് നിർത്തണം. കാരണം ഈ 1148 1000 അടുത്ത മാസത്തെ ചിലവിന് വേണം. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ബഡ്ജറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു 2 പേ പീരീഡ് മുന്നോട്ടിട്ട് കണക്കാക്കുക. അപ്പോൾ ഇതാണ് എക്സൽ സ്പ്രെഡ്ഷീറ്റ് ചെയ്യുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജ്. അതാണ് കാൽക്കുലേഷൻസ് എല്ലാം അത് സ്വന്തമായിട്ട് ചെയ്തോളും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ബഡ്ജറ്റിങ്ങിനെ പറ്റി പറയാനുള്ളത്. നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് കടക്കാം. ഇവിടെ നേരിട്ട് ചോദിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വാട്സാപ്പ് നമ്പറും ഇമെയിലും അവിടെ കൊടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ അങ്ങനെയും ആവാം. ക്വസ്റ്റ്യൻസ് ഉള്ളവർ ഓരോരുത്തരായി കൈപൊക്കിയാൽ എളുപ്പമായിരിക്കും. അല്ല, ഈ എക്സല് നമുക്ക് ചെയ്യാനായിട്ട് അറിയാത്ത ആൾക്കാരെ അതിന് ബേസിക് ആയിട്ട് എന്തെങ്കിലും പഠിക്കാനുള്ളത് യൂട്യൂബിൽ അങ്ങനെ എന്തെങ്കിലും പഠിച്ചാൽ മതിയാവോ? അത് മതിയാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ കുറേ കാലമായിട്ട് എക്സൽ യൂസ് ചെയ്യുന്നതാണ് ഇത് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കി ഉണ്ടാക്കുന്നത്. അത് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. എപ്പോഴും നമുക്ക് ആ സോഫ്റ്റ്വെയർ അറിയാമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ സ്വന്തമായിട്ട് അത് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ അറിയാമല്ലോ എവിടെയാണ് എന്ത് കിടക്കുന്നതെന്നൊക്കെ കൃത്യമായിട്ട് നമുക്കറിയാം. അപ്പം ഞാൻ ചെയ്ത എക്സൽ ഷീറ്റ് തരുമ്പോൾ ഒരു സെഷൻ ചിലപ്പോൾ എനിക്ക് പറഞ്ഞു തരാനായിട്ട് ഇരിക്കേണ്ടി വരും. എനിക്കത് ബുദ്ധിമുട്ടൊന്നുമില്ല, ഞാൻ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഓൾറെഡി, ഓരോരുത്തർക്കും ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പം ഇപ്പം ഞാൻ ചെയ്ത എക്സൽ ഷീറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്താ പറയുക അഡ്വാൻസ്ഡ് സംഭവങ്ങളൊക്കെ ഓട്ടോമേറ്റഡ് ആയിട്ട് തന്നെ ഞാനത് ചെയ്തിട്ടുണ്ടാവും. അപ്പം യൂസേഴ്സിന് ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടി ഇൻപുട്ട് കൊടുക്കേണ്ട സ്ഥലങ്ങൾ മാത്രം ഹൈലൈറ്റ് ചെയ്ത് ഏറ്റവും സിമ്പിളാക്കി ഇപ്പം ഞാനത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും സിമ്പിളാക്കി കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഈ പറഞ്ഞ പോലെ ഇൻപുട്ട് ഓക്കെ ഇൻകം ഇത്രയാണ്,
എക്സ്പെൻസ് ഇത്രയാണ് എന്ന് മാത്രം എൻ്റർ ചെയ്താൽ മതി. ബാക്കി വാല്യൂസ് തനിയെ അതിൽ ജനറേറ്റ് ചെയ്ത് കാണിച്ചോളും. ആ രീതിയിൽ ആക്കി എടുക്കാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ അപ്പം അതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, യൂട്യൂബിൽ ബേസിക് എക്സൽ എന്താണ്, എക്സൽ യൂസ് ചെയ്യുന്നതിൻ്റെ ബേസിക് ഫംഗ്ഷനാലിറ്റി എങ്ങനെയാണ് എന്നുള്ളത് മാത്രം പഠിച്ചാൽ മതിയാവും. Thank you. ഇനി ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ പ്ലീസ് റേസ് ദ ഹാൻഡ്. യാ, മിസ്റ്റർ മുഹമ്മദ് സലീം. ഹലോ ഷായ, ഇത് നല്ല പ്രസന്റേഷൻ ആയിരുന്നു കേട്ടോ, വെരി ഹെൽപ്ഫുൾ. എനിക്കുള്ള ക്വസ്റ്റ്യൻ, ഈ ഒരു ആപ്പിന്റെ പേര് പറഞ്ഞില്ല, എന്താണ്, എക്സ്പെൻസ് മാനേജറോ? അതെ അതെ. അതെങ്ങനെയാണ് അത് ഫാമിലിയിലെ സ്പൗസസിന് രണ്ടുപേർക്കും ആക്സസ് കിട്ടുമോ? അങ്ങനെ സെയിം ഇതിനകത്ത് അതോ ഇൻഡിവിജ്വൽ ഇതാണോ രണ്ടുപേരും കൂടി ഒന്നിച്ച് തന്നെ ആക്സസ് ചെയ്ത് ചെയ്യുന്നത്? അതിൻ്റെ അകത്ത് നമ്മളത് ഇനിഷ്യൽ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരേ ഇമെയിൽ ID വെച്ച് ലോഗിൻ ചെയ്യണമെന്നേ ഉള്ളൂ. എന്നിട്ട് അതിനകത്ത് ക്ലൗഡ് സ്റ്റോറേജ് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഒരു ക്ലൗഡ് ഇതിൽ വെച്ചിട്ട് തന്നെ ഇത് എന്താ പറയുക, അതായത് നമ്മുടെ ഡേറ്റാബേസ് നമ്മൾ എൻ്റർ ചെയ്ത വാല്യൂസ് അപ്പം ക്ലൗഡിലേക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും അതിൽ നിന്ന് എടുത്ത് ലിങ്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇപ്പോൾ 2 ഫോണിലായിട്ട് നമ്മൾ ഈ സെയിം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് രണ്ടിലും ഒരേ ക്ലൗഡ് അക്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ക്ലൗഡ് അക്കൗണ്ടിൽ തന്നെ ഇവർ സിങ്ക്രണൈസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഒരേ ഫോണിൽ തന്നെ 2 ഫോണിൽ തന്നെ ഒരേ അക്കൗണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഓക്കെ. അതിനുള്ള സെറ്റിംഗ് ഉണ്ട്. അതായത് ക്ലൗഡ് സ്റ്റോറേജ് സിങ്ക്രണൈസ് ടു ക്ലൗഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അതിൻ്റെ സെറ്റിംഗ്സിലുണ്ട്. അപ്പോൾ അതിനകത്ത് അവർ ചോദിക്കും ഗൂഗിൾ ഡ്രൈവോ വൺ ഡ്രൈവോ അങ്ങനെ ഏതെങ്കിലും ഒരു ക്ലൗഡ് സ്റ്റോറേജ് സെറ്റിംഗ് നമുക്ക് കൊടുക്കാം. അതേ ക്ലൗഡ് സ്റ്റോറേജ് ഇത് തന്നെ മറ്റേ ഫോണിലും നമ്മൾ സെറ്റിംഗ്സിൽ കൊടുത്താൽ മതി. അപ്പോൾ ഇവർ അത് രണ്ടും കൂടെ ഒരേ ഫയലിൽ നിന്ന് സിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഒന്നിലും വരുന്ന ചേഞ്ച് മറ്റേതിലും കാണാൻ പറ്റും. ഓക്കെ, താങ്ക് യു. ഇത് എങ്ങനെയാണ്, പെയ്ഡ് ആപ്പ് ആണോ? അല്ലല്ല, ഫ്രീ ആണ്. ഇത് ഫ്രീ ആണ്. എക്സ്പെൻസ് മാനേജർ ഫ്രീ ആണ്. ഫ്രീ ആണ്. ഓക്കെ. ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. നിങ്ങളുടെ ഈ ഇല്ലോളം അത് എന്താണ്, കനേഡിയൻ ഇതാണോ, നാട്ടിലുള്ളതാണോ, അതെയോ ഇന്റർനാഷണൽ ആയിട്ട്, എന്താണ് അതിനെ കുറിച്ച്? ഇത് ഞങ്ങളുടെ ക്ലാസ്മേറ്റ്സ് എല്ലാവരും കൂടെ ചേർന്ന് സ്റ്റാർട്ട് ചെയ്ത ഒരു പ്ലാറ്റ്ഫോമാണ്. ഞാനും ലിതിനും സുലാദും ഷഫേദും രസ്ന, കാവ്യ, ഷബാന, അങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് പേര് ചേർന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇത് മെയിൻലി അധികം ആൾക്കാരും UAE-യിലാണ് ഉള്ളത്. ഞാൻ മാത്രമേ കാനഡയിലുള്ളൂ. അപ്പം ഞങ്ങൾ പക്ഷേ പ്ലാറ്റ്ഫോം ഓപ്പൺ ടു ഓൾ ആണ്. ഇപ്പം തൽക്കാലം നമ്മൾ മലയാളത്തിലാണ് സെഷൻസ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് മലയാളത്തിൽ എന്താ പറയുക, ലോകത്ത് എവിടെയുള്ള മലയാളികൾക്ക് ഈ ടൈമിൽ പങ്കെടുക്കാൻ പറ്റുമെങ്കിൽ എല്ലാവർക്കും ഓപ്പൺ ആണ്. ഓക്കെ, താങ്ക് യു. ഇതിൽ ഞാനും ഷഫീദുമാണ് UAE-യിലുള്ളത്. ജാസിം കാനഡ, റസ്ന നാട്ടിലാണ്, SBIയുടെ മാനേജറാണ്. സുലാദ് സൗദി അറേബ്യയാണ്. ഷബാന ഒമാനാണ്. പിന്നെ കാവ്യ UAE-യിൽ തന്നെയാണ്. അപ്പോൾ ഈ ഫിനാൻഷ്യൽ സർവീസസിൻ്റെത് ഞാൻ ഇവിടെ കാനഡയിലും ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ബഡ്ജറ്റിങ്ങും ഡെറ്റ് മാനേജ്മെൻറ്റും ഒക്കെ ഞാൻ കൺസൾട്ടൻസി ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനത് ചിന്തിക്കാൻ കാര്യം, ഇവിടെ വരുമ്പോൾ നമുക്ക് എന്താ പറയുക, ക്രെഡിറ്റിൻ്റെ കാര്യവും ഡെറ്റ് മാനേജ് ചെയ്യുന്നതിലൊക്കെ പ്രത്യേകിച്ച് പുതുതായിട്ട് വരുന്ന ആൾക്ക് ഒരുപാട് ഇഷ്യൂസ് ഞാനിവിടെ വന്ന് കണ്ടു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ എന്നാൽ പിന്നെ അങ്ങനെ ഒരു കാര്യം ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യാം എന്ന് വിചാരിച്ച് തുടങ്ങിയത്. അപ്പോൾ അതിന് വേണ്ടി ഇപ്പോൾ ഇല്ലോളം അറിവിലൂടെ ഞാനത് പ്രസൻറ്റ് ചെയ്തു എന്നേ ഉള്ളൂ. ഇനിയുണ്ട് ഫിനാൻഷ്യൽ ലിറ്ററസിയുടെ സെഷൻസ് ഇനി വരുന്നുണ്ട്. ഡെറ്റിൻ്റെയും സേവിങ്സിൻ്റെയും എല്ലാം സെഷൻസ് ഭാവിയിൽ വരുന്നുണ്ടാവും. അടുത്തതായി മിസ്റ്റർ നസീർ. ചോദിച്ചോളൂ. മൈക്ക് മ്യൂട്ട് ആണ്. മിസ്റ്റർ നസീർ, മൈക്ക് മ്യൂട്ട് ആണ്. ഓക്കെ, പിന്നെ ചാറ്റ് ബോക്സിൽ മിസ് ഷൈജ ചോദിച്ചിട്ടുണ്ട്, will you be sharing the slides with the people? So അത് ഓക്കെ, ഇതിൻ്റെ സെഷൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ലിതിൻ, നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ തീരുമാനം, എങ്ങനെയാണ് റെക്കോർഡിംഗ് പബ്ലിക്കായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്? ഇൻസ്റ്റാഗ്രാം പേജിൽ മെസ്സേജ് ചെയ്യാൻ പറഞ്ഞാൽ മതി. നമ്മളെ ഇൻസ്റ്റാ പേജിൽ ഒന്ന് ഫോളോ ചെയ്ത് മെസ്സേജ് ചെയ്താൽ മതി. ഇല്ലോളം അറിവ് തന്നെയാണ് ഇൻസ്റ്റാ പേജിന്റെ പേര്. Okay, next in line, Mr. Ahsan, please. Hello. ഇത് ആക്ച്വലി എൻ്റെ കസിനാണ്. ആക്ച്വലി നൈസ് പ്രസന്റേഷൻ ആണ്. ആക്ച്വലി നല്ല ഒരു സെഷൻ ആയിരുന്നു.
എനിക്ക് കുറച്ചും കൂടെ ഇത് കൂടുതൽ പ്രവാസികളായ ആളുകളിലേക്ക് എത്തിയാൽ കൊള്ളാന്ന് തോന്നുന്നു. കാരണം അവർക്കാണ് ആക്ച്വലി ഈ സംഗതി നീഡായിട്ട് വരുന്നത്. പ്രത്യേകിച്ച് ഗൾഫിലുള്ള ആളുകള്, മലയാളികളിൽ തന്നെ ഗൾഫിലുള്ള ആളുകളിലേക്ക് ഈ സാധനം എത്തിയ ഈ സെയിം സെഷനിൽ നിന്ന് എടുത്ത സെയിം പ്രസന്റേഷൻ, സെയിം സ്ട്രക്ചർ സാധനം കുറച്ചും കൂടി ഒരു വൈഡ് ഓഡിയൻസ്, അത് കുറച്ചും കൂടെ പ്രവാസികളെ ഫോക്കസ് ചെയ്ത് കിട്ടിയാൽ നല്ല ബെറ്റർ ആവും. കാരണം അവരാണ് ഈ പറഞ്ഞ വർഷങ്ങളായിട്ട് ഗൾഫിൽ പോയി കിടന്ന് ലാസ്റ്റ് ഒന്നും ഇല്ലാതെ തിരിച്ചു വരുന്ന അവസ്ഥയിലോട്ട് വരുന്നൊരു സംഗതി ഉള്ളത്. അപ്പോ ഇത് അത് അങ്ങനെ നോക്കുമ്പോ അവർക്കാണ് കിട്ടേണ്ട ഈ ക്ലാസ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട്. പിന്നെ പ്രസന്റേഷൻ ബാക്കി സംഗതികളെല്ലാം സെറ്റ് ആയിരുന്നു. താങ്ക് യു. നമ്മൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. കാരണം എന്താ പറയുക, നമ്മുടെ ഈ മാർക്കറ്റിംഗ് മെറ്റീരിയലൊക്കെ നമ്മളൊരു 2 ആഴ്ച മുമ്പ് ആണ് നമ്മളിപ്പം ഇത് ഫ്ലോട്ട് ചെയ്യുന്നത്. എല്ലാവരും നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലും ഫേസ്ബുക്കിലും ഞങ്ങൾ ഓരോരുത്തരും ഇൻഡിവിജ്വലിയും ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും സ്റ്റാറ്റസിലും ഒക്കെ ആയിട്ട് മാക്സിമം ആളുകളിലേക്ക് ഇത് എത്തിക്കുന്നുണ്ട്. അപ്പം അറിയാം. അപ്പം നിങ്ങളും ഇനി മുതൽ ശ്രദ്ധിക്കുക. നമ്മളൊക്കെ ഇതുപോലെ ഷെയർ ചെയ്യും നമ്മുടെ പേജിലിടയ്ക്ക്. ഈ പറഞ്ഞ ഓരോ സെഷനും നമ്മളെല്ലാ സെക്കൻഡ് സാറ്റർഡേയും ഫോർത്ത് സാറ്റർഡേ ആണ് ഞങ്ങളുടെ സെഷൻസ് വരുന്നത്. അപ്പം ആ സെഷൻസിൻ്റെ എല്ലാം അപ്ഡേറ്റ്സ് നമ്മൾ ഒരു 2 ആഴ്ച മുമ്പ് മുതൽ തന്നെ ഷെയർ ചെയ്ത് തുടങ്ങും. അപ്പോൾ എല്ലാവരും നമ്മുടെ പേജസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈ അപ്ഡേറ്റ്സ് കിട്ടിക്കൊണ്ടിരിക്കും. നിങ്ങളത് നിങ്ങൾക്ക് അറിയാവുന്ന ആളുകളിലേക്കും കൂടെ എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ആളുകളിലേക്ക് ഈ അറിവ് എത്തിക്കാൻ പറ്റും. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഹാൻഡ്സ് റേസ് ചെയ്യാനാണ്. ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ഈ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കൊന്നും ഇല്ലാത്തവർക്ക് ആക്സസ് ചെയ്യാൻ വേറെ വല്ല വകുപ്പുണ്ടോ? വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താലും മതി അല്ലേ? ഓക്കെ, താങ്ക്സ്. Jasim sir, is there any website or app where we can upload our bank statement? കാരണം ഞാൻ നാട്ടിലായിരുന്നപ്പോൾ അത് എപ്പോഴോ ഒരു ആപ്പ് ഉണ്ടായിരുന്നു. അതിന്റെ നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നമുക്ക് ലിങ്ക് ചെയ്യാനൊക്കെ പറ്റും. സോ that app itself kind of do the budgeting എല്ലാം ബ്രേക്ക് ഡൗൺ കാണിക്കും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എൻ്റെ അറിവിൽ ഇല്ല, പക്ഷെ അത് ഉണ്ടാവാം. കാരണം ഇപ്പോൾ പ്രത്യേകിച്ച് AI ടൂൾസും കൂടെ ഉള്ള സ്ഥിതിക്ക് അതൊക്കെ പോസിബിൾ ആണ്, ഉണ്ടാവുമായിരിക്കും. എൻ്റെ അറിവിൽ അതില്ല. എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ കുറച്ച് നാൾ മുമ്പ് അങ്ങനെ എന്തോ കേട്ടതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. കാരണം ചില ആപ്പുകളിലെ അഡ്വർടൈസ്മെന്റിൽ അവരത് പറയുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അപ്ലോഡ് ചെയ്താൽ മതി, നിങ്ങളുടെ എക്സ്പെൻസസ് ഏതൊക്കെ കാറ്റഗറി ആണെന്ന് ട്രാക്ക് ചെയ്ത് നിങ്ങളുടെ മണി എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളതിനെ പറ്റി അനലൈസ് ചെയ്ത് പറയും എന്നൊക്കെ ഞാൻ ഒരു ആഡ് കണ്ടതുപോലെ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ അത് മിക്കതും പെയ്ഡ് ആയിരിക്കും. കാരണം അതിൻ്റെ ഒരു ബേസിക് ലോജിക്ക് ഇത്രയേ ഉള്ളൂ. ഒരു ആഡ് ഉണ്ടെങ്കിൽ അത് പെയ്ഡ് ആയിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു സംഭവം. കാരണം ആ മാർക്കറ്റിങ്ങിന് അവർക്ക് ചിലവുണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ അതിന് എന്തായാലും ഒരു പെയ്ഡ് ഫീച്ചർ ആയിരിക്കും അത്. പക്ഷേ അത് ഓക്കെ, എത്രത്തോളം ടൂൾസ് അഡ്വാൻസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ അത്രയും നല്ലതാണ്. അതിനുവേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന മണി ഒരിക്കലും വേസ്റ്റ് അല്ല. ഞാനത് പൂർണ്ണമായും അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. കാരണം നമുക്ക് ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, നമ്മളായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് നമുക്ക് എഫേർട്ടും ഫോക്കസും ഇടുമ്പോൾ നമുക്ക് ഔട്ട്സോഴ്സ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. കാരണം ആ ടൈം നമുക്ക് വാല്യുബിൾ ആണ്. ആ ടൈമിൻ്റെ വാല്യൂ ആണ് നമ്മൾ ഈ ചെറിയ എമൗണ്ട് സബ്സ്ക്രിപ്ഷൻ ഫീ കൊടുത്ത് ആപ്പിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ചെറിയ എമൗണ്ട് പോകുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് അത്രയും ടൈമും അത്രയും പീസ് ഓഫ് മൈൻഡും കിട്ടുകയാണ്. സോ പെയ്ഡ് ആപ്പ് യൂസ് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. നിങ്ങൾക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. Any other questions? Okay, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ സെഷൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു മിസ്റ്റർ ജാസിം ഫോർ എ വണ്ടർഫുൾ സെഷൻ. എനിക്ക് ഉറപ്പാണ് എല്ലാവർക്കും ഈ സെഷൻ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടാവും. സ്പെഷ്യലി ഇൻ എ ഏജ് വേർ വി ലിവ്, എക്കണോമിക് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ആർക്കും അധികം അറിയാത്തതാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല അതിന്റെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ മേക്കിംഗ് ഇറ്റ് സോ സിമ്പിൾ ആൻഡ് സോ ഇൻഫർമേറ്റീവ് ഫോർ ഓൾ ഓഫ് us. അതേപോലെ തന്നെ ഇല്ലോളം കമ്മിറ്റിയുടെ എല്ലാ മെമ്പേഴ്സിനും താങ്ക് യു സോ മച്ച് ഫോർ ഇങ്ങനത്തെ ഒരു സെഷൻ ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ അവതരിപ്പിച്ചതിൽ. ആൻഡ് അറ്റ് ദ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, നമുക്ക് എല്ലാവർക്കും വേണ്ട എല്ലാ പാർട്ടിസിപ്പൻസും താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് us today. അതേപോലെ തന്നെ എല്ലാ സാറ്റർഡേയ്സും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഞങ്ങൾ ഇനിയും ജോയിൻ ചെയ്യുന്നതായിരിക്കും ഞങ്ങളുടെ കൂടെ. So have a nice day everyone. Thank you so much. And we all thank you so much Elham for joining us, supporting us, for anchoring for and hosting this today's session. Thank you. Thank you so much. So short notice പറഞ്ഞിട്ട് Elham വന്നു, ഭയങ്കര സന്തോഷമുണ്ട്. താങ്ക് യു. ജാസിം സ്റ്റാൻലി ഒന്ന് കോൺടാക്ട് ചെയ്യണേ, നമുക്ക് അടുത്തൊരു സെഷൻ സ്റ്റാൻലിയെ കൊണ്ട് ഉടനെ ചെയ്യിപ്പിക്കാം. ഉറപ്പായിട്ടും.
സ്റ്റാൻലി ഫ്രീ ആണോ അടുത്ത ഈ ഡിസംബറിൽ? സാറ്റർഡേസിൽ പറ്റും, കാരണം ഞാനിപ്പോ ലണ്ടനിലാണ് ഉള്ളത്. അപ്പോ യൂഷ്വലി സാറ്റർഡേസിലെ ടൈം ഇപ്പോ ഈ ഒരു ടൈം ആണെങ്കിൽ എനിക്ക് ഓൾമോസ്റ്റ് 3 o'clock ഐ ക്യാൻ ബി അവൈലബിൾ. Okay, സെക്കൻഡ് സാറ്റർഡേ ഫോർത്ത് സാറ്റർഡേ ആണ്. text from Stanley Jasmine. ഞാൻ നമ്പർ വാങ്ങിയിട്ട് ടെക്സ്റ്റ് ചെയ്യാം സ്റ്റാൻലി. ഓക്കെ ഓക്കെ, താങ്ക് യു. Thank you everyone. Thank you.